വേദിയിലെ മാനനീയ പ്രമുഖരെ, സ്നേഹം നിറഞ്ഞ ബന്ധുജനങ്ങളെ, ഹിന്ദു ഐക്യവേദിയുടെ സ്ഥാനീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇതുപോലൊരു പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ വളരെ സന്തോഷം നൽകുന്നു. ഐക്യവേദിയുടെ ഈ വർഷത്തെ പ്രവർത്തന ലക്ഷ്യമായി നമ്മൾ വെച്ചിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഹിന്ദു ഐക്യവേദിയുടെ സ്ഥാനീയ സമിതികൾ തുടങ്ങണം എന്നുള്ളതാണ്. സ്ഥാനീയ സമിതികൾ തുടങ്ങുക എന്ന് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമിതി തീരുമാനമെടുക്കുകയും താഴെ ഘടകങ്ങൾ ആവേശപൂർവ്വം ആ തീരുമാനം ഏറ്റെടുത്ത് നടപ്പാക്കുകയൊക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതുപോലൊക്കെ ഹൈന്ദവ സമാജത്തെ ശക്തമാക്കാൻ സ്ഥാനീയ സമിതികൾക്ക് സാധിക്കും എന്ന് ഈ തീരുമാനമെടുത്ത ഞങ്ങൾ പോലും കരുതിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതാത് ഗ്രാമങ്ങളിലെ ഹിന്ദുവിനൊരു ഉണർവുണ്ടാക്കുക, ഞങ്ങൾ അശക്തരല്ല, അശരണരല്ല, ആലംബഹീനരല്ല എന്ന ഒരാത്മധൈര്യം അവർക്കുണ്ടാക്കി കൊടുക്കുക എന്നൊക്കെയുള്ള പരിമിതമായ ലക്ഷ്യങ്ങളാണ് ഓരോ സ്ഥലത്തും ഹിന്ദു ഐക്യവേദിയുടെ സ്ഥാനീയ സമിതികൾ തുടങ്ങണം എന്ന് തീരുമാനമെടുക്കുമ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമിതിയെ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യം എന്താണ് എന്ന് കൂടുതൽ നന്നായി മനസ്സിലാകുകയും ഞങ്ങൾ മനസ്സിൽ കണ്ടപ്പോഴേക്കും അത് മാനത്ത് കാണുന്ന വിധത്തിൽ നടപ്പിലാക്കുകയും ചെയ്ത ഇതിൻ്റെ സംഘാടക സമിതിയിൽ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ എങ്ങനെയൊക്കെയാണ് അഭിനന്ദിക്കേണ്ടത് എന്നറിയില്ല. ഇത് കേരളത്തിലെ എല്ലാ സ്ഥാനീയ സമിതികൾക്കും മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടെ നടത്തിയത് എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. കാരണം അതാത് സ്ഥലത്തെ ഹിന്ദുവിൻ്റെ എല്ലാ തരം വളർച്ചയും സ്ഥാനീയ സമിതിയുടെ ലക്ഷ്യമാണ് എന്ന തലത്തിലേക്ക് നിങ്ങൾ ഉയർന്നു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമാണ് ഇവിടെ ഈ ട്യൂഷൻ സെന്റർ തുടങ്ങിയത്. ഹിന്ദു ശക്തരാകണമെങ്കിൽ നമുക്കറിയാം ഒന്നിച്ച് നിന്നുകൊണ്ട് മാത്രം ശക്തരാകില്ല എന്നുള്ളത്. ശാക്തീകരണത്തിന് പല തലങ്ങളുണ്ട്. ആ തലങ്ങളിലേക്കൊക്കെ ഈ പഞ്ചായത്തിൻ്റെയും താലൂക്കിൻ്റെയും ഭാരവാഹികൾ അവരുടെ ലക്ഷ്യത്തെ കൊണ്ടുവന്ന് എത്തിച്ചു കഴിഞ്ഞു. കാരണം ഹിന്ദു ശാക്തീകരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിഘടിച്ചു നിൽക്കുന്ന ഹിന്ദുവിനെ ഒന്നിച്ചൊന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദി ആദ്യം കണ്ട ലക്ഷ്യം. അതുകൊണ്ട് ആയില്ല എന്ന് നമുക്കൊക്കെ അറിയാം. ഒന്നിച്ച് നിന്നാൽ ശക്തിയൊന്നും ആകില്ല. ആരെങ്കിലും ഇതാ പാമ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ചൊന്ന് ഒറ്റ ഫോട്ടോ ഓടിക്കും. എല്ലാവരും ഒന്നിച്ച് നിന്നാൽ ഒരു ശക്തിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 10,000 ഒന്നിച്ച് നിന്നാലും ചിലപ്പോൾ ഒരു കുട്ടി വിചാരിച്ചാൽ മതി, ഒരു ഓല ചുരുട്ടിയിട്ട് പാമ്പുണ്ടാക്കിയിട്ട് ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് എറിഞ്ഞാൽ മതി. കാരണം ഒരു നനവുണ്ടായാൽ എന്നിട്ട് കുട്ടി ഒരൊറ്റ കൂക്ക് കൂക്കിയാൽ മതി പാമ്പ്. ഈ 10,000 ഓടിയ വഴിക്ക് പുല്ലും കൂടി മുളയ്ക്കും. അപ്പോൾ ഒന്നിച്ച് നിന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ കരുത്തരാകില്ല. നമ്മളെ ഭയപ്പെടുത്താൻ, നമ്മളെ വീണ്ടും പിന്തിരിപ്പിക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കും. അപ്പോൾ ആ നിൽക്കുന്നവർക്കൊക്കെ തന്നെ യഥാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള കരുത്തുണ്ടാകണം. ശാരീരികവും മാനസികവും ബുദ്ധിപരവും എല്ലാമായ കരുത്ത്. അവിടേക്കാണ് ഈ സ്ഥാനീയ സമിതിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചത്. ഹൈന്ദവ സമാജത്തെ ശാക്തീകരിക്കുക എന്നുള്ളതിന് ഹിന്ദു ഐക്യവേദി, മഹിളാ ഐക്യവേദിയിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ വിവിധ വിഷയകാര്യ സമിതിയിലൂടെ ഇത്തരം ചില നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ താഴെത്തട്ടിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ ശ്രദ്ധിക്കേണ്ടത് ഹിന്ദു ശക്തരാവുക എന്നുള്ളതിന് താഴെ തലം തൊട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് നല്ല വിദ്യാഭ്യാസം വേണം. നന്നായി മത്സരാധിഷ്ഠിത ലോകമാണിത്. ആ മത്സരാധിഷ്ഠിത ലോകത്തിൽ മത്സരിച്ച് തന്നെ മുന്നേറണം. ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളൊന്നുമല്ലേ എന്ന് പറഞ്ഞ നിലവിളിച്ചിരിക്കുന്നവൻ അവിടെ ഇരിക്കുകയുള്ളൂ. സീരിയലിലും സിനിമയിലൊക്കെ കരഞ്ഞാൽ കാണാൻ ആളുണ്ടാവും. നമ്മളും ചിലപ്പോൾ കൂടെ കരയും. സീരിയലിലും സിനിമയിലൊക്കെ കരയുമ്പോൾ നമ്മൾ മൂക്കൊക്കെ തുടയ്ക്കും, കണ്ണൊക്കെ തുടയ്ക്കും. നമ്മുടെ അയൽവക്കക്കാരൻ കരയുമ്പോഴോ നമ്മൾ ചിരിക്കും. അസ്ലായി അങ്ങനെ വേണമെന്ന്. എന്തായിരുന്നു നെകളിപ്പോൾ കരയട്ടെ കരയട്ടെ അല്ലേ. പക്ഷെ സീരിയലിലോ സിനിമയിലോ കരയുമ്പോൾ നമ്മൾ കൂടെ കരയും, മൂക്ക് ചീറ്റിലും തുടയ്ക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ അയൽപക്കക്കാരൻ്റെ കണ്ണീരിന് നമ്മൾ ആ വിലയൊന്നും കൊടുക്കില്ല. അതുകൊണ്ട് നമ്മൾ ആരെ കാണിക്കാനാണ് കരയുന്നത്? കരഞ്ഞാൽ നമ്മൾ കരയുന്നത് കാണാൻ സന്തോഷമുള്ളൊരു ജനത പുറത്തുണ്ടെങ്കിൽ കരയില്ല എന്നല്ലേ തീരുമാനിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല, ഞങ്ങൾ ആരുമല്ല, ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ട കാലമൊക്കെ പോയി. ഇത് മത്സരാധിഷ്ഠിത ലോകമാണ്. കഴിവുള്ളവൻ മുന്നിലെത്തുന്ന കാലഘട്ടമാണിത്. ആ കഴിവ് നേടണം. അതിലേറ്റവും ആദ്യം വിദ്യാഭ്യാസപരമായി തന്നെയാണ്. ഹിന്ദുവിനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഒരു സമാജം ഇവിടെയുണ്ട്. ഹിന്ദുക്കൾ വളർന്നു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗൂഢാലോചന, ആഗോളതലത്തിലുള്ള ഒരു ഗൂഢാലോചന ഇവിടെയുണ്ട്. ആ ഗൂഢാലോചനയ്ക്ക് നമ്മൾ വശംവദരാകില്ല. കാരണം ഈശ്വരന്മാരാൽ സംരക്ഷിക്ക് നിർത്തപ്പെടുന്ന സമാജമാണ്. നമ്മൾ തെളിയിച്ചില്ലേ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ?
മാറ്റി നിർത്താനുള്ള ശ്രമം, ശരിക്കും പറഞ്ഞാൽ പുറംകാല് കൊണ്ട് തൊഴിച്ച് മാറ്റി നിർത്താനുള്ള ശ്രമം ഭാരതത്തിലെ ഹിന്ദു ഒന്നിച്ചൊന്ന് ഉണർന്നപ്പോ, ഒന്നിച്ച് ചില തീരുമാനമെടുത്തപ്പോ ലോക ചരിത്രത്തിന്റെ ഭാഗമായ വിജയം നേടാൻ ഹൈന്ദവ സമാജത്തിന് സാധിച്ചു. അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിലെ ഹിന്ദുവിനെ സാമൂഹ്യമായും സാമ്പത്തികമായും ഒക്കെ തന്നെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ലോകത്തോട് അങ്ങനെ പിന്നോക്കം പോകാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളും മുന്നോട്ടുണ്ട്. ആരെയും പിന്നാലേക്ക് ആക്കണം എന്നുള്ള ഉദ്ദേശം നമുക്കില്ല. പക്ഷെ നമ്മൾ പിന്നോട്ട് പോകില്ല. മത്സരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകുന്നു. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ കുരുന്നുകൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. വളരെ സന്തോഷം. ആദിവാസി വിഭാഗത്തിലൊരു കുട്ടി 75% മാർക്കോടുകൂടി +2 പാസ്സായി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിലെല്ലാ കരുത്തും ഉണ്ട്. ആ കരുത്തൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. നമുക്ക് പോകാൻ, നിശ്ചയിക്കാൻ നമ്മുടെ വളർച്ചയ്ക്ക് അതിരുകളില്ലാത്ത വളർച്ച നമുക്ക് പോകാൻ കഴിയും. ലോകത്തെ ഏറ്റവും സമ്പന്നമായ വിഭാഗം ഹിന്ദുക്കളായിരുന്നു. ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യം ഭാരതമായിരുന്നു. യൂറോപ്യനും ക്രൈസ്തവ നേതൃത്വവും ഇന്ത്യയിലേക്ക് എത്തുന്നതിന് മുമ്പ്, അതിനു മുൻപ് ഇസ്ലാമിക സമാജം അധികാരം ഭാരതത്തിൽ നേടുന്നതിന് മുമ്പ്, അത് നേടിയിട്ടും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് മുഴുവൻ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. മുച്ചൂടും മുടിപ്പിച്ചത് ഹിഡൻ അജണ്ടയുമായി, ഉള്ളിൽ ചില ലക്ഷ്യങ്ങളുമായി ഇവിടേക്ക് കടന്നു വന്ന ബ്രിട്ടീഷുകാർ, യൂറോപ്യര്, അവരുടെ ക്രൈസ്തവ ഗൂഢാലോചന, അതിലാണ് ഭാരതം തളർന്നത്, അതിലാണ് ഭാരതം തകർന്നത്. അതുവരെ ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യം ഇന്ത്യയിലേക്ക്, കുട്ടികൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഇന്ത്യയിലേക്ക് ഒരു വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സായിപ്പ് കുടിച്ച വെള്ളത്തിന് കണക്കൊന്നുമില്ല. അറ്റ്ലാന്റിക് സമുദ്രം മുഴുവൻ മുങ്ങി താണുന്നു. അങ്ങനെ കൊളംബസ് അമേരിക്കയിലൊക്കെ എത്തിയത്. ഇന്ത്യയിലേക്കല്ല വഴി തിരിഞ്ഞ് വഴി തെറ്റിപ്പോയിട്ടാണ് അമേരിക്കയിലെത്തിയത്. അമേരിക്ക കണ്ടുപിടിച്ചത്. ഇന്ത്യ എവിടെ എന്ന് ഓർത്താൽ നിങ്ങൾ ആലോചിച്ച് കടലിൽ കടന്ന് മുങ്ങുക. എന്തിനായിരുന്നു? ഇവിടെയുള്ള സമ്പത്ത് തന്നെയായിരുന്നു ലക്ഷ്യം. അന്ന് അവരെക്കാൾ ഒരുപാട് സമ്പത്ത് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആദ്യകാലത്തൊക്കെ ആൾക്കാർ നീന്തിയിട്ട് വരെ പോയിട്ടുണ്ട്. ലോഞ്ചിലൊക്കെ പോയിട്ട് പിന്നെ ഇറങ്ങി നീന്തുക, കാരണം നമ്മളെക്കാൾ സമ്പത്ത് അവിടെ ഉണ്ട്. ഇതുപോലെ സായിപ്പിനെ കൊണ്ട് ഇങ്ങോട്ട് നീന്തിയിട്ടും ഉരുണ്ടിട്ടും ഒക്കെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അത്ര സമ്പന്നരായിരുന്നു. അവരെ കടന്നുവരവോടുകൂടിയാണ് നമ്മൾ പിന്നോക്കം പോയത്. ഇവിടുത്തെ അത്ര വൈദ്യശാസ്ത്ര രംഗത്ത് ഭാരതത്തിനുള്ള പാരമ്പര്യം ലോകത്തൊരു രാജ്യത്തിന് അവകാശപ്പെടാൻ കഴിയില്ല. ഇന്നാണ് നമ്മൾ ശസ്ത്രക്രിയക്ക് ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഇതിനൊക്കെ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഒരു തുള്ളി ചോര പൊടിയാതെ ശസ്ത്രക്രിയ നടത്താൻ ഭാരതത്തിൽ സാധിച്ചിരുന്നു. എഴുതി വെക്കപ്പെട്ട നമ്മളല്ല, വിദേശികൾ എഴുതി വെക്കപ്പെട്ടത്. ഏതോ പച്ചമരുന്നിന്റെ ചാറെടുത്ത് തേച്ചിട്ട് കത്തിയെടുത്ത് അങ്ങോട്ട് കയറിയ ഒരു തുള്ളി രക്തം വരില്ലാത്ത. അതിന്റെ പാരമ്പര്യമൊക്കെ പല ആദിവാസി സമാജത്തിനും അത്തരം ചികിത്സയുടെയൊക്കെ പലതും കൈവശം ഉണ്ട് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലൊരു വൈദ്യശാസ്ത്ര പാരമ്പര്യം ലോകത്താർക്കും അവകാശപ്പെടാൻ കഴിയില്ല നമ്മളെ പോലെ. സാങ്കേതിക വിദ്യയുടെ മികവ്, കഥയിലാണെങ്കിലും നമ്മൾ രാമായണത്തിൽ ഭാവന ചെയ്തു ആകാശത്ത് നിർത്താൻ കഴിയുന്ന വിമാനം ഇന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. രാവണന്റെ പുഷ്പക വിമാനം ആകാശത്ത് നിർത്താൻ പറ്റും. ഇപ്പോഴുള്ള വിമാനമൊക്കെ ആകാശത്ത് വട്ടട്ട് പറക്കാനേ പറ്റുള്ളൂ, നിർത്താൻ പറ്റില്ല. അഥവാ എന്തെങ്കിലും കാരണവശാൽ ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ ഇന്ധനം കഴിഞ്ഞാൽ തകർന്നു പോകും. ഇന്ധനം കഴിയോളം വട്ടത്തിൽ ഇങ്ങനെ പറക്കാനേ പറ്റുള്ളൂ, നിർത്താൻ പറ്റില്ല. ആകാശത്ത് നിർത്താൻ കഴിയുന്ന വിമാനം നമ്മൾ എങ്ങനെ ഭാവനയിൽ കണ്ടു? അന്ന് അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയാതെ നമുക്ക് ഭാവനയിൽ കാണാൻ പറ്റില്ല. ഒരു 50 കൊല്ലം മുമ്പുള്ള സിനിമ എടുത്ത മൊബൈൽ ഫോൺ ഉണ്ടാവുമോ? ആ സിനിമയിൽ കഥയിൽ ഇന്റർനെറ്റിനെ പറ്റി ഉണ്ടാവുക. കാരണം അന്നുള്ളതല്ലേ കഥയിലുണ്ടാവുക. മൊബൈൽ ഫോൺ ആണെങ്കിൽ ഇന്റർനെറ്റ് ആണെങ്കിൽ ഒരു 50 കൊല്ലം മുമ്പ് ഇതൊന്നും കഥയിലുണ്ടാവില്ല, സിനിമയിലുണ്ടാവില്ല, ചിത്രത്തിലുണ്ടാവില്ല. രാമായണത്തിൽ അന്ന് വിമാനത്തെ പറ്റിയൊക്കെ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ ഒന്ന് ചിലത് ഇവിടെ ഉണ്ട്. അല്ലാതെ കഥയിൽ അങ്ങനെയൊന്നും വരില്ല. നാട്ടിലില്ലാത്തത് കഥയിൽ വരില്ല. അപ്പൊ എന്തോ ഉണ്ട്. അപ്പൊ സാങ്കേതിക വിദ്യയിൽ നമ്മൾ മികച്ചവരായിരുന്നു. വൈദ്യശാസ്ത്ര രംഗത്ത്, സാമ്പത്തിക രംഗത്ത് തുടങ്ങി എല്ലാ രംഗങ്ങളിലും നമ്മൾ മുമ്പിലായിരുന്നു. വിദേശത്ത് നിന്ന് 10,000-കണക്കിന് കുട്ടികളാണ് ഇവിടെ വന്ന് പഠിച്ചിരുന്നത്. നളന്ദ, തക്ഷശില തുടങ്ങിയ സർവകലാശാലകളിൽ വിദ്യാഭ്യാസത്തിൽ ലോകോത്തര നിലവാരമായിരുന്നു. നമുക്ക് എല്ലാം മുടിച്ചു. അപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ വീണ്ടെടുക്കാനുള്ളൊരു ശ്രമമാണ്. നമ്മൾ ആരായിരുന്നു എന്ന് നമുക്കറിയാമെങ്കിൽ ആരാകണം എന്ന ലക്ഷ്യമുണ്ട്. നിവേദിത ട്യൂഷൻ സെന്റർ ഈ കൊച്ചു ഗ്രാമത്തിന് നൽകുന്ന സങ്കല്പവും അതാണ്. ആ ഇന്നലെകളിലെ ഭാരതത്തിന്റെ ആ ഉയർന്ന ലക്ഷ്യമുണ്ടല്ലോ, വളർച്ചയുണ്ടല്ലോ, അങ്ങോട്ട് നമ്മൾ എത്തും. അങ്ങനെ ഹിന്ദുവിനെ ശാക്തീകരിക്കാൻ, മത്സരാധിഷ്ഠിത ലോകത്ത് മത്സരിക്കാനുള്ള കരുത്ത് നൽകാൻ, കേവലം SSLC വരെയോ +2 വരെയോ ട്യൂഷൻ കൊടുക്കുന്ന സംവിധാനം ഇന്ന് തുടക്കമാണ്, പോരാ. നാളെ PSC പരീക്ഷകൾക്ക് തയ്യാറെടുപ്പിക്കണം നമ്മുടെ കുട്ടികളെ. മത്സരിച്ച് കയറട്ടെ അവര്. PSC പരീക്ഷയ്ക്ക് പോയി എഴുതിയാൽ കിട്ടും എന്നൊരു തലം ഉണ്ടാക്കാൻ അതിന് പറ്റുന്ന വിധത്തിലുള്ള സെന്റർ നമുക്ക് പഠന സംവിധാനങ്ങൾ ഉണ്ടാക്കണം.
എക്കണോമിക്സ് കോച്ചിങ്ങുകൾക്കുള്ള സംവിധാനം ഉണ്ടാക്കണം. എവിടെയൊക്കെയാണോ മത്സരിച്ച് പോകേണ്ടത് അവിടെയൊക്കെ മത്സരിച്ച് പോകാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കണം. നമ്മുടെ കരുത്ത്, നമ്മുടെ സമ്പത്ത് നമ്മുടെ കുട്ടികളാണ്. മറ്റൊന്നുമല്ല നമ്മുടെ കരുത്ത്. ബാക്കി എന്ത് കരുത്ത് ചോർന്നാലും നമ്മുടെ മക്കൾ നല്ല നിലയിലേക്ക് പോയാൽ അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കരുത്ത്. ഇത് കുടുംബ സംഗമമാണ്. ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആസ്തി ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം സ്വന്തം മക്കളാണ് എന്നുള്ളത്. അത് ഭൂമിയല്ല, സ്വർണമല്ല, അതിനേക്കാളൊക്കെ വലിയ സമ്പത്ത് സ്വന്തം മക്കളാണ്. അതുകൊണ്ട് നമുക്ക് ഈ കൂട്ടായ്മ നമ്മുടെ മക്കളെ ജീവിതത്തിൽ വൻ വിജയങ്ങൾ നേടാൻ തയ്യാറാക്കുന്ന വിധത്തിൽ അവരെ തയ്യാറാക്കണം. ഈ വർഷത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഹിന്ദു ഐക്യവേദിയെ സംബന്ധിച്ചിടത്തോളം, അല്ല കേരളത്തിലെ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് വൈക്കം സത്യാഗ്രഹത്തിന്റെ നവതി ആഘോഷിക്കുന്ന സമയമാണ്. വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ വൈക്കം ക്ഷേത്രം, ശബരിമലയ്ക്കൊക്കെ മുമ്പ് പലരും പോയിട്ടുണ്ടാകും, വൈക്കം മഹാദേവ ക്ഷേത്രം. ആ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ മുൻപിലുള്ള ചുറ്റുമുള്ള നിരത്തുകളിലൂടെ എല്ലാ ജാതിക്കാർക്കും നടക്കാൻ അവകാശമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ വന്നു വിട്ടു. അതിനെതിരെ ഹൈന്ദവ സമാജം നയിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം. പുറത്തുനിന്ന് ആരുമല്ല, നമ്മൾ തന്നെ. ആ ക്ഷേത്ര നിരത്തുകൾ എല്ലാ ജാതി ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 1924 നടത്തിയ സമരമാണ് വൈക്കം സത്യാഗ്രഹം. ആ സത്യാഗ്രഹത്തിന്റെ പ്രത്യേകത, ആ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്ന ഒരു സത്യാഗ്രഹി ഞാനൊരു ഹിന്ദുവാണ് എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് പോവുക. ഞാനൊരു ഹിന്ദുവാണ്. അപ്പൊ നമ്മൾ നായരോ നമ്പൂതിരിയോ പാണനോ പറയനോ പുലയനോ വനവാസിയോ അല്ല, അതിലപ്പുറം ഞാനൊരു ഹിന്ദുവാണ്. ആ കാഴ്ചപ്പാട് നൽകിയത് വൈക്കം സത്യാഗ്രഹമാണ്. ഞാനൊരു ഹിന്ദുവാണ്. ശ്രീനാരായണ ഗുരുദേവനാണ് ആ പ്രതിജ്ഞ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ പ്രതിജ്ഞ എടുത്തിട്ട് വേണം പോകാൻ. ഞാനൊരു ഹിന്ദുവാണ് എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ആ സമരം നടക്കുന്നത്. എല്ലാ ദിവസവും സമരം നടക്കുന്നു. ഉന്നതരെന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് ഒരാള്, ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിൽ നിന്ന് ഒരാള്, മധ്യഭാഗത്ത് നിൽക്കുന്ന ഒരാള്, ഇങ്ങനെ 3 ആൾ നിർബന്ധമായും ആ സമരത്തിലുണ്ടാകും. ഹൈന്ദവ സമാജം ഒരുമിച്ച് നടത്തിയ ആ സമരം അത് വിജയിക്കുകയും ചെയ്തു. അതിന്റെ 90ാം വാർഷികം ഇപ്പോൾ ആഘോഷിക്കുന്നു. ഹിന്ദുവിന്റെ ഐക്യത്തിന് ഇതിനേക്കാൾ നല്ലൊരു സന്ദർഭമുണ്ടോ? അപ്പോ അന്ന് വൈക്കം ക്ഷേത്ര നിരത്തുകളിൽ ചില ജാതി ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതിക്കൊണ്ട് ഒരു തീണ്ടൽ പലകയുണ്ടായിരുന്നു. ആ പലക കടന്ന് പല ജാതിക്കാർക്ക് കിടക്കാൻ പാടില്ല. ആ തീണ്ടൽ പലക എടുത്തു മാറ്റാനാണ് ഹൈന്ദവ സമാജം ഒന്നിച്ച് സമരം ചെയ്തതെങ്കിൽ ഇന്ന് വൈക്കം സത്യാഗ്രഹത്തിന്റെ നവതി ആഘോഷത്തിലൂടെ ഹിന്ദു ഐക്യവേദി ലക്ഷ്യമിടുന്നു. ഇന്ന് ഹിന്ദുവിന് മുന്നിൽ ചില തീണ്ടൽ പലകകളുണ്ട് ഇവിടെ. അത് അധികാരത്തിലായിരിക്കാം, അത് സമ്പത്തിലായിരിക്കാം. ഹിന്ദുവിന് പ്രവേശനമില്ല എന്ന് പറയുന്ന ചില ബോർഡുകൾ കാണാതെ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണില്ല. ആനുകൂല്യങ്ങൾ, സർക്കാർ ആനുകൂല്യങ്ങൾ ഹിന്ദുക്കൾക്കില്ല. അങ്ങനെ ഹിന്ദുക്കൾക്കില്ല എന്ന ചില ബോർഡ്, കാണാത്ത ബോർഡുകളുണ്ട്. അതെടുത്ത് കളയലാണ് ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ നവതി ആഘോഷത്തിലൂടെ ഹൈന്ദവ സമാജം ശക്തമാക്കി ഹിന്ദു ഐക്യവേദി ഉദ്ദേശിക്കുന്നത്. നമുക്ക് കടന്നു ചെല്ലാൻ പാടില്ലാത്ത ഒരു മേഖലയും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അത് രാഷ്ട്രീയമാകട്ടെ, സാമ്പത്തികമാകട്ടെ, സാമൂഹികമാകട്ടെ, ഏതേത് പദവികളാകട്ടെ, ഹിന്ദുവിന് മുന്നിൽ നോ അഡ്മിഷൻ എന്ന് വെക്കുന്ന ഒരു ബോർഡ് കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇന്ന് പല വകുപ്പിലും ഉണ്ട്. അറിയാലോ, വിദ്യാഭ്യാസ വകുപ്പിൽ പലയിടത്തും നോ അഡ്മിഷനാണ്. ഹിന്ദു പാടില്ല. കാരണം അതെല്ലാം മുസ്ലിം ലീഗിന്റെ കയ്യിൽ. മുസ്ലിം ലീഗ് വകുപ്പ് മന്ത്രിമാര് ഭരിക്കുന്നിടത്ത് പലയിടത്തും ഹിന്ദുക്കൾക്ക് ഉന്നത ഉദ്യോഗങ്ങൾ കിട്ടില്ല. കത്തോലിക്ക ക്രിസ്ത്യാനി കോൺഗ്രസ് ആയ കേരള കോൺഗ്രസ് ഭരിക്കുന്ന പല വകുപ്പുകളിലും ഉന്നത ഉദ്യോഗങ്ങളിൽ ഹിന്ദുവിന് പ്രവേശനമില്ല. അത്തരം ബോർഡുകളൊക്കെ ഒന്ന് എടുത്തു മാറ്റാൻ, രാഷ്ട്രീയമായ അവഗണന ഇല്ലാതാക്കാൻ ഹൈന്ദവ സമാജത്തെ ശക്തിപ്പെടുത്തണമെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനം തന്നെ വേണം. അപ്പൊ അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമുക്ക് ശക്തരാകണം എന്നുള്ളത്. രാഷ്ട്രീയമായ അവഗണന 56% വരുന്ന ഒരു ജനതയ്ക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ വളരെ വേദനയോടെ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്, ഇവിടുത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ആനുകൂല്യമാണ് മുസ്ലിം ക്രൈസ്തവ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വിദ്യാലയങ്ങളിൽ. പട്ടികജാതി കുട്ടിക്ക് 1ാം ക്ലാസ്സിൽ 250 റുപ്യ കിട്ടുമ്പോൾ മുസ്ലിം ആയാൽ 1000 റുപ്യ മേടിച്ചിട്ട് പോകും. ക്രിസ്ത്യാനി ആയാൽ 1000 റുപ്യ മേടിച്ചിട്ട് പോകും. മതം മാറ്റാനല്ലേ? നീ മതം മാറി വാ, 1000 റുപ്യ തരാം. പട്ടികജാതി കുട്ടിക്ക് കിട്ടിയ 250 രൂപ. അവിടെയാണ് ഇവിടെ 1000 രൂപ കിട്ടുക. അങ്ങനെ 1000 ആനുകൂല്യങ്ങൾ. ഏറ്റവും അവസാനം മിഞ്ഞാന്ന് 5ാം മന്ത്രി മഞ്ഞളാംകുഴി അലിയുടെ വക ഒരു സമ്മാനം കൂടിയുണ്ട്. മദർസ അധ്യാപകർക്ക് വീട് വെക്കാൻ 2.5 ലക്ഷം രൂപ വായ്പ കൊടുക്കുന്നു അലിയുടെ കുടുംബത്തിൽ നിന്നല്ല, മഞ്ഞളാംകുഴി അലിയുടെ കുടുംബത്തിൽ നിന്നല്ല. ഞാനും നിങ്ങൾ നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്ന് മദർസ അധ്യാപകർക്ക് വീട് വെക്കാൻ 2.5 ലക്ഷം രൂപ വായ്പ കൊടുക്കുന്നു. പലിശയില്ലാത്ത വായ്പ. പലിശയില്ലാത്ത വായ്പ 2.5 ലക്ഷം രൂപ കൊടുക്കുന്നു.
മദ്രസ അധ്യാപകർക്ക് 10 വർഷമായി ഈ ക്ഷേത്രത്തിലെ പൂജാരി ഇവിടെ നമ്മളോടൊപ്പം ഇരിക്കുന്നുണ്ട്. കയറിപ്പാർക്കാൻ ഒരു വീട് പണിയാൻ ഒരു 10 രൂപ പലിശ ഇല്ലാതെ സർക്കാർ കൊടുക്കൂ. വീടില്ലെങ്കിൽ ഒരു 10 റുപ്യ പലിശ ഇല്ലാതെ ഭാര്യയുടെ കെട്ടുതാലി പണയം വെക്കുക തന്നെ വേണം. അതിന് ബ്ലേഡ് പലിശ കൊടുക്കുക വേണ്ടി. അങ്ങനെ പൂജാരിമാരാകട്ടെ, ഭാഗവത ആചാര്യന്മാരാകട്ടെ, പലരും ഉണ്ട് ഇവിടെ മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവര്. എന്തേ മദ്രസ അധ്യാപകർക്ക് കൊമ്പും തുമ്പി കൈയുണ്ട്. മദ്രസ അധ്യാപകർക്ക് 2.5 ലക്ഷം രൂപ വീട് വെക്കാൻ കൊടുക്കണോ? വീടില്ലാത്തപ്പോൾ ഒരു മദ്രസയിലെ അധ്യാപകനായിട്ട് നിന്നാൽ മതി, വീട് വെച്ചാൽ പണി ഉപേക്ഷിച്ച് പോവാം. വേറൊരുത്തിന് അപ്പം നിൽക്കാം. വീടില്ലാത്തവന് വീട്, കാരണം മദ്രസയിലെ അധ്യാപകരെ വെക്കണം അവർ തന്നെയല്ലേ. എനിക്ക് വീടില്ല, എന്നെ 10 ദിവസത്തേക്ക് അധ്യാപകനാക്കുമെന്ന് വെച്ചാൽ മതി. അപേക്ഷ കൊടുക്കുമ്പോൾ അധ്യാപകനായാൽ മതി. 2.5 ലക്ഷം പലിശരഹിത വായ്പയാണ് കിട്ടുന്നത്. ഈ തെമ്മാടിത്തരം ലോകത്ത് എവിടെ നടക്കും? ഇവിടെ അല്ലാതെ. ഇത് ഹിന്ദുവിന്റെ രാജ്യമാണ്, അല്ലാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പണ്ടൊക്കെ തറവാട് വീതം വെക്കാറില്ലേ? ഏട്ടാനുജന്മാർക്ക് വേണ്ടി. ഇപ്പോൾ അല്ലേ തറവാടുകാർക്ക് കൊടുക്കും. ആ തറവാട് കൊടുത്തത് അവർക്ക് കൊടുക്കുക തന്നെയാണ്. വീതം കിട്ടിയവർക്ക് പിന്നെ ഇവിടെ അവകാശമില്ല. വീതം കൊടുത്തിയാലേ പറഞ്ഞയച്ചിട്ടുണ്ട്. 47 ആഗസ്റ്റ് 15 വീതം കൊടുത്തിയാലേ പറഞ്ഞയച്ചിട്ടുണ്ട്. അതാണ് പാകിസ്ഥാൻ. അവർക്കുള്ള വീതം കൊടുത്ത് തന്നെ പറഞ്ഞയച്ചതാണ്. തറവാട്ടിൽ നിൽക്കുന്നവർക്ക് കിട്ടിയതാ. ഇവിടെ ഇപ്പൊ നമുക്ക് ഒട്ടും അവകാശമില്ല എന്നായിപ്പോയി. തറവാട് കിട്ടിയവര് വെളിയിലിറങ്ങി നിൽക്കേണ്ട സ്ഥിതിയാണ്. ഭാഗം ആദ്യം മേടിച്ചുകൊണ്ടവർക്ക് വീണ്ടും ഇവിടുത്തെ സർവ്വാവകാശവും കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് നീതിയല്ല. തുല്യത കൊടുക്കണോണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമുക്കില്ലാത്തത് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് നോവുന്നുണ്ട്. അത് ഹിന്ദു ഐക്യവേദി അതുകൊണ്ട് തന്നെയാണല്ലോ. അത് ഒരു മതത്തിനോട് നമുക്കൊരു വൈരാഗ്യമില്ല. നമ്മൾ അത്തരം ചില കാര്യങ്ങൾ നൽകുന്നത്. അപ്പോൾ ഭരണകൂടങ്ങൾ നമുക്കെതിരെ തിരിയുമ്പോൾ നമ്മൾ തീർച്ചയായും ചില നടപടികൾ എടുത്തേ മതിയാകുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ കേരളത്തിലെയും ഭാരതത്തിലെയും ഹിന്ദു ആ വേദനയ്ക്കുള്ള പരിഹാരമാണ് കണ്ടത്. കേരളത്തിലെ ഹിന്ദു മാറിയിട്ടുണ്ട്. കാരണം എങ്ങനെ മാറാതിരിക്കുക? ഒരു പൊതു തെരഞ്ഞെടുപ്പ്, ഇന്ത്യ ഭരിക്കാനൊരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ രാജ്യം ഭരിച്ചാൽ എന്തൊക്കെ ചെയ്യുമെന്ന് പറയുമല്ലോ. ആ നിലയ്ക്ക് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞത്, മാർക്സിസ്റ്റ് ആകട്ടെ കോൺഗ്രസ് ആകട്ടെ പറഞ്ഞത്, ഞങ്ങൾ കയറിയ ന്യൂനപക്ഷങ്ങളെ അങ്ങോട്ട് സംരക്ഷിച്ചോളുന്ന. നമ്മളെവിടെ പോവുക? ഇവരുടെ ആരുടെ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും ഉണ്ടായിരുന്നില്ല ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ഇന്ന ആനുകൂല്യം കൊടുക്കുന്നു, ന്യൂനപക്ഷത്തെ ഞങ്ങൾ അങ്ങോട്ട് തേനും പാലും പോറ്റി നോക്കിക്കോളാം. എല്ലാവരും പറഞ്ഞു. നമ്മൾ നമ്മുടെ വഴി സ്വയം കണ്ടുപിടിച്ചു. ആരുമില്ല. എന്താന്ന് പറഞ്ഞാൽ ആരുടെ കൈ കിട്ടില്ലെങ്കിൽ അവനാന്റെ കൈ തലക്കി വെക്കണ്ടേ? വേറൊരാളുടെ കൈ കിട്ടില്ലല്ലോ. ഭാരതത്തിലെ ഹിന്ദു തീരുമാനിച്ചു നമുക്ക് നമ്മുടെ കൈ തന്നെയെന്ന്. അതാണ് ഹിന്ദുത്വ ശക്തികളുടെ വിജയത്തിലേക്ക് വഴിവെച്ചത്. ഇവരുടെയൊക്കെ പ്രകടന പത്രിക പഠിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ അവർ ഭരിക്കില്ല രാജ്യം, എന്നാലും മനോരാജ്യത്തിൽ എന്തിനാ അർദ്ധരാജ്യം? എന്നാലും ഒരു സ്വപ്നം കണ്ടു, ഞങ്ങൾ നാളെ ഇന്ത്യ ഭരിക്കുമെന്ന്. സ്വപ്നം കണ്ടുകൊണ്ട് അവരിറക്കിയ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് ഇവിടുത്തെ ജയിലുകളിൽ കിടക്കുന്ന ന്യൂനപക്ഷങ്ങൾ, ജയിലുകളിൽ കേസിൽ പെടുന്ന ന്യൂനപക്ഷങ്ങൾ കേസ് കഴിഞ്ഞ് നിരപരാധികളാണെന്ന് തെളിഞ്ഞാൽ ഞങ്ങളാണ് ഇന്ത്യ ഭരിക്കുന്നെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കുന്നത്. അപ്പൊ ഹിന്ദുക്കൾ നിരപരാധിയെന്ന് തെളിഞ്ഞാൽ, ഇപ്പൊ കാഞ്ചി ശങ്കരാചാര്യർ കൊലപാതകിയാണ് എന്ന് പറഞ്ഞ് 9 കൊല്ലം അദ്ദേഹത്തെ പീഡിപ്പിച്ചു. 9 കൊല്ലം അദ്ദേഹം ജയിലിൽ കടന്നു, കേസ് നടത്തേണ്ടി വന്നു, ജാമ്യത്തിലിറങ്ങി 9 കൊല്ലം കേസ് നടത്തി. അതിനുശേഷം അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഇവര് കൊടുക്കണം നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ അദ്ദേഹം പൊന്നാനി പോകണം. കാഞ്ചി ശങ്കരാചാര്യർക്ക് നിരപരാധിയായിട്ട് 9 കൊല്ലത്തെ പീഡനത്തിന് നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ പൊന്നാനി പോകണം. സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ അങ്ങോട്ട് എല്ലാ രംഗത്തും കണ്ടപ്പോ കൊതിയും മതിയും കെട്ടിട്ടാണ് ഹിന്ദു സംഘടിച്ചളയാൻ തീരുമാനിച്ചത്. കേരളത്തിലെ ഹിന്ദുവും വളരെ ശക്തമായി അത്തരം തീരുമാനം എടുത്തു വരികയാണ്. ജാതിക്കും രാഷ്ട്രീയത്തിനും അപ്പുറമായി ഹിന്ദു ഒന്നായേ പറ്റുള്ളൂ, ഹിന്ദു സംഘടിച്ചേ മതിയാവുകയുള്ളൂ എന്നുള്ളത്. കാരണം ഇപ്പൊ നമ്മൾ കണ്ടു, വിദ്യാഭ്യാസ വകുപ്പൊക്കെ ഇങ്ങോട്ട് കിട്ടിയാൽ സ്വന്തം തറവാട്ട് മുതൽ പോലെ ഓരോരുത്തർ ഉപയോഗിക്കണം. ഒരു പാവപ്പെട്ട അധ്യാപിക തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിൽ എന്തോ ഒന്ന് കാര്യമായി പറഞ്ഞ മക്കൾ സ്വന്തം കുട്ടികളോട് സ്നേഹമുള്ള ഒരു അധ്യാപിക പറയുന്ന കാര്യമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞതിന് രാഖി രാമാനം അവരായിട്ട് നെട്ടോട്ടം ഓടിച്ചപ്പോ ഇവരെന്താ പഴയ മാടമ്പിമാരോ? തിരുവാക്കി എതിർവായില്ല എന്ന് പറയുന്നത് അബ്ദുൾ റബ്ബിനെ ഇരുത്തിക്കൊണ്ടൊരു കാര്യം പറഞ്ഞു എന്നാണ്. ഉടനെ പറത്തിയവര് മനുഷ്യൻ ചെല്ലാത്തൊരു മൂലയ്ക്ക് തിരുവനന്തപുരത്ത് അങ്ങോട്ട് എത്തണമെങ്കിൽ 10 മണിക്കൂർ പിടിക്കത്രേ. തിരുവനന്തപുരത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യൻ ചെല്ലാത്തൊരു മൂലക്കിലേക്ക് ഒരൊറ്റ തട്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ ചെറുപ്പക്കാർ പ്രചരിപ്പിച്ചുകൊണ്ട് വളരെ രസമായിട്ട് തോന്നി എനിക്ക്. ചെറുപ്പക്കാരുടെ ബുദ്ധിയെ നമിക്കാണ്ട് കഴിയില്ല. ഈ തീരുമാനത്തെ കണ്ടപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ചിലരുടെ സന്ദേശങ്ങൾ പോണു കണ്ടു. അബ്ദുൾ റബ്ബിന്റെ വീട് പരപ്പനങ്ങാടിയാണ്. അബ്ദുൾ റബ്ബിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കഷ്ടകാലത്തിന് തീവണ്ടി വരുമ്പോൾ റെയിൽവേ ഗേറ്റ് അടച്ചു അത്രേ.
അതിന്റെ പേരിൽ റെയിൽവേ വകുപ്പ് തന്നെ പിരിച്ചുവിടണം എന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. കാരണം മുമ്പിൽ ഗേറ്റ് അടച്ചില്ലേ, അബ്ദുൾ റബ്ബിന്റെ കാറ് വരുമ്പോൾ റെയിൽവേ ഗേറ്റ് അടച്ചതിന്റെ പേരിൽ റെയിൽവേ വകുപ്പാണ് പിരിച്ചുവിടണം എന്ന് പറഞ്ഞാണ് ചെറുപ്പക്കാരെ സോഷ്യൽ മീഡിയകളിലൂടെ ചില സന്ദേശങ്ങൾ അയച്ചത്. കാരണം അത്തരം നെറികെട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. മടുത്തു പോയില്ലേ? പച്ച ബോർഡായാലും പച്ച സാരി ആയാലും പച്ച ബ്ലൗസ് ആയാലും പച്ചയായ ചില പരമാർത്ഥങ്ങൾ നമ്മളെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കോൺഗ്രസ്സുകാരനും മാർക്സിസ്റ്റുകാരനൊക്കെ പച്ച ബോർഡ് കാണുമ്പോൾ അസ്കിത. നമുക്ക് അസ്കിതൊന്നുമില്ല കേട്ടോ, ബോർഡ് പച്ചയായിക്കോട്ടെ കറുപ്പായിക്കോട്ടെ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അവർക്ക് പച്ച കാണുമ്പോൾ കോൺഗ്രസ്സുകാരൻ ചാടുന്നു, മാർക്സിസ്റ്റുകാരൻ ചാടുന്നു, ബോർഡ് പച്ചയാക്കുന്നു. ബോർഡല്ല പച്ചയാക്കി, അതിന്റെ മുമ്പ് പലതും പച്ചയാക്കി. അന്നൊക്കെ ഇവർ എവിടെയായിരുന്നു? പച്ച നിറത്തിലൊരു ജില്ലയാണ് മുറിച്ചു കൊടുത്തു മാർക്സിസ്റ്റുകാര്, മലപ്പുറം. അന്ന് എവിടെയായിരുന്നു അവര്? അവരുടെ കാലത്താണ് ചെയ്തത്. ഇപ്പൊ ഒരു ബോർഡ് കാണുമ്പോൾ എന്തിനാ അസ്കിത? അവരാണ് മലപ്പുറം എന്നൊരു ജില്ല ഉണ്ടാക്കി കൊടുത്തത്. അവരാണ് മാപ്പിള സ്കൂൾ എന്നൊരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തത്. ഇവിടെ മാപ്പിള സ്കൂളുണ്ട്, ഹിന്ദു സ്കൂളില്ല. 51% മുസ്ലിം കുട്ടികളെ മാപ്പിള സ്കൂളാ. മാപ്പിള സ്കൂൾ ഉണ്ടാക്കി കൊടുത്തത് അവരാണ്. 1 മുതൽ 4 വരെ അറബി പഠിക്കാൻ സംവിധാനം ചെയ്തു കൊടുത്തത് അവരാണ്. ഇന്ന് ഈ ആനുകൂല്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരാണ്. പിന്നെ എന്താ ഒരു ബോർഡ് കാണുമ്പോ ചാടുന്നത്? എല്ലാ അവകാശമാണ് വെച്ചു കൊടുത്തത് ഇവരെ. അപ്പ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മുഴുവനും അകത്തായി. ഇനിയിപ്പോ എന്താ പറഞ്ഞിട്ട് കാര്യം? തല കിടക്കുമ്പോ ചിന്തിച്ചാൽ മതിയിരുന്നേ. ഇപ്പൊ വാലോടെ പോയി മുഴുവനുള്ളിൽ. ഇനിയിപ്പോ എന്താ പറഞ്ഞിട്ട് കാര്യം? ഇനി ഇങ്ങോട്ട് കിട്ടാൻ വഴിയില്ല. നമ്മളിതൊക്കെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് എല്ലാവരുടെയും പിന്തുണയുണ്ട്. അങ്ങനെ ഭരണകൂടവും രാഷ്ട്രീയക്കാരും ഒരു വശത്ത് ഹിന്ദുവിനെ അവകാശങ്ങളിൽ നിന്നും ആനുകൂല്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുമ്പോൾ അത് വലിയൊരു തിരിച്ചടിയാണ് നമുക്കുണ്ടായത്. നമ്മുടെ ഭൂമി എത്രയും പിടിച്ചെടുത്തു പല നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട്. ഇന്ന് 3 സെന്റ് തരുന്നത്. ഇന്ന് ഭൂമി ഇല്ലാത്തവർക്ക് കൊടുക്കണം 3 സെന്റ്. ആയിരക്കണക്കിന് ഏക്കറുടെ ഉടമസ്ഥരായിരുന്നു ഇവിടുത്തെ ഹിന്ദുക്കള്. അത് മുഴുവൻ പല നിയമങ്ങളിലൂടെ പിടിച്ചെടുത്തു. ഇന്ന് ആയിരക്കണക്കിന് ഏക്കർ പള്ളിക്കാരുടെ ഉണ്ട്. ഇന്ന് ആർക്കും പിടിച്ചെടുക്കേണ്ട ഭൂമി ഹിന്ദുവിന്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയൊക്കെ പിടിച്ചെടുത്തു. ഇന്ന് ലാൻഡ്ലെസ്, സീറോ ലാൻഡ്ലെസ് എന്താ കൊടുക്കണം? 3 സെന്റ്. ഒരു വീട് കെട്ടിയ കക്കൂസിന് വേറെ പണി നോക്കേണ്ടി വരും. ഈ 3 സെന്റിൽ എന്താ ചെയ്യുക? 3 സെന്റ് വിതരണത്തെ പറ്റിയാണ് ഇന്ന് വലിയ കേമത്തം പറഞ്ഞ് സംസാരിക്കുന്നത്. ഭൂമി എന്തിനും ഏതിനും ദാനം കൊടുത്തൊരു സമാജം വിഡ്ഢിയാക്കപ്പെട്ടു. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒന്നല്ല, കേരളത്തിലെ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. മഞ്ചേരി മലപ്പുറം ജില്ലയുടെ ഹൃദയഭാഗമാണല്ലോ മഞ്ചേരി. മഞ്ചേരി ബസ് സ്റ്റാൻഡ്, മഞ്ചേരി ഇപ്പൊ മെഡിക്കൽ കോളേജ് നിൽക്കുന്ന മെഡിക്കൽ കോളേജ്, മഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂള് തുടങ്ങിയുള്ള എല്ലാ പൊതുസ്ഥാപനങ്ങളും മഞ്ചേരി കോവിലകംകാർ കൊടുത്തിട്ടുള്ളതാണ്. ദാനം കൊടുത്തിട്ടുള്ളത് 5 പൈസ ഇങ്ങോട്ട് വാങ്ങാതെ ദാനം കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ ഒരു സ്ഥലത്ത് അവരുടെ ഒരാളുടെ പേരില്ല. ബസ് സ്റ്റാൻഡ് ഏതോ അഹമ്മദുട്ടീന്റെ പേരിലാണ്. മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ പുറപ്പെട്ടപ്പോൾ അത് പാണക്കാട് തങ്ങളുടെ പേരിൽ കൊടുക്കാൻ തുടങ്ങി. ഹിന്ദുക്കൾ ഒന്ന് ചാടിയ പതങ്ങ് പോയി. ഭൂമി മുഴുവൻ കൊടുത്തിരിക്കുന്ന ഈ കോവിലക്കാരാണ്. മഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂള്, അവിടുത്തെ പൊതുസ്ഥാപനം മുഴുവൻ കൊടുത്ത ഹിന്ദുവിന്റെ പേരിൽ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് പോലും ഇല്ല. എല്ലാം സീതി ആജി പൂക്കോയ തങ്ങള്, പാണക്കാട് തങ്ങള്, ആ തങ്ങള്, ഈ തങ്ങള്. അവർക്ക് യാതൊരു മെനക്കൂടില്ല. ഒരു തീപ്പെട്ടിക്കോല അവരുടെ നഷ്ടപ്പെട്ടിട്ടില്ല, അവർക്ക് ചിലവായിട്ടില്ല. ഏക്കർ കണക്കിന് ഭൂമി ദാനം കൊടുത്തത് ഹിന്ദു. പക്ഷെ ഒരു പേരിൽ എവിടെ ഹിന്ദു ഇല്ല, എവിടെയില്ല. മഞ്ചേരി മെഡിക്കൽ കോളേജാക്കി മാറ്റുമ്പോൾ, മഞ്ചേരി ഗവൺമെന്റ് ആശുപത്രി മെഡിക്കൽ കോളേജാക്കി ഉയർത്തുമ്പോൾ അതിലേക്ക് ഇവരുടെ ഒരു പ്രതിനിധിയെ പോലും ക്ഷണിച്ചില്ല. ആ ഏക്കർ കണക്കിന് ഭൂമി സംഭാവന ചെയ്ത ആ കുടുംബത്തിൽ ഒരംഗത്തെ വിളിച്ചില്ല അങ്ങോട്ട്. അത് മുസ്ലിം ലീഗിന്റെ തറവാട്ട് പരിപാടിയാക്കിയിട്ടാണ് മാറ്റി. ഒരംഗത്തെ വിളിച്ചില്ല. ചിന്തിക്കുക, അങ്ങോട്ട് കൊടുക്കാൻ മാത്രം ഹിന്ദു, പേരിലില്ല. പ്രശ്നം എല്ലാം നമ്മൾ ദാനം ചെയ്ത. ഇവിടെയുള്ള എല്ലാ പൊതുസ്ഥാപനങ്ങളും ഹൈന്ദവ സമാജം ദാനം ചെയ്തതാ. ഇന്ന് MLA ഞാനും നിങ്ങളും കൊടുക്കണ നികുതി ഫണ്ടൊന്ന് തരംതിരിക്കാനാണ് MLA കയ്യെ കൊടുക്കണത്. കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു എത്ര പോകുന്നൊരു ലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇത്ര പോകുന്ന പേരെഴുതും. MLA പേര് കുടുംബത്തിന്ന് കൊണ്ടിരുന്നല്ലേ. MLA എന്നും പറഞ്ഞിട്ട് ആ തിരുവനന്തപുരം നഗരത്തിലൊക്കെ പോയി നോക്കണം. ഓരോ ലൈറ്റിന്റെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ മുക്കോണ് വെച്ചിട്ട് ശശി തരൂർ MP കൊടുത്തത് അത്ര ഒരു ലൈറ്റ്. ഈ ലൈറ്റിന്റെ ഒക്കെ മണ്ടയ്ക്ക് പേരെഴുതി വെക്കണം. അന്നത്തെ MLA മാരും MP മാരും എവിടെ? 100 കണക്കിന് ഏക്കറ പുഷ്പം പോലെ വലിച്ചിട്ട് കൊടുത്ത പഴയ ഹൈന്ദവ സമാജമാണ്. അവരുടെ പേരെവിടെയും കാണുന്നത്. നമ്മൾ ചരിത്രത്തിൽ നിന്ന് ഔട്ടാണ്. ചരിത്രത്തിൽ സ്ഥാനമില്ലാത്തവരായി നമ്മളെ മാറ്റി മാറ്റി നിർത്തുന്നു. മലപ്പുറത്ത് ഒരു ഹിന്ദുവിന്റെ പേര് പറയാൻ പാടില്ല എന്തെങ്കിലും ഒന്നിന്. അങ്ങനെ വരുമ്പോൾ ഇതിനൊക്കെ ഒരു തിരിച്ചു വരവ് ആവശ്യമാണ്. ഇതിൻ്റെ ഒക്കെ അപ്പുറമാണ് ഇവിടെ ഹൈന്ദവ സമാജത്തെ മാനസികമായി തളർത്തുന്ന ഇവിടുത്തെ സങ്കുചിത മതവിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ. അതാണ് നേരത്തെ പറഞ്ഞ ട്യൂഷൻ സെന്ററിന്റെ ഒക്കെ ബാക്കിയായിട്ട്
മതപരിവർത്തനം എന്ന ഏക ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ക്രൈസ്തവ ഇസ്ലാമിക മതങ്ങൾ, ഇന്ത്യയിലേക്ക് എന്നല്ല ലോകത്തെല്ലായിടത്തും അവർ കടന്നു എന്നത് അങ്ങനെയാണ്. ഇസ്ലാമോ ക്രിസ്ത്യാനിയോ ലോകത്തുണ്ടാകുന്നതിന് മുമ്പ് ലോകത്ത് മതപീഡനമില്ല, മതവൈരാഗ്യമില്ല. മതേതരത്വം എന്ന വാക്ക് കേട്ടിട്ടില്ല. കാരണം ആർക്കും മതപരമായൊരു ശല്യമില്ല. പിന്നെ എന്തിനാ മതേതരത്വം കേൾക്കണത്? എല്ലാവർക്കും അവരവരുടേതായ ആചാര വൈവിധ്യങ്ങളുണ്ട്. എല്ലാവരും അതിനെ അംഗീകരിച്ചിരുന്നു. പക്ഷെ ഇവരുടെ കടന്നു വരവ് പഴയത് ഒന്നിനെയും ഇവർക്ക് സ്വീകരിക്കാൻ വയ്യ. എല്ലാത്തിനെയും കടന്നു ചെന്ന രാജ്യങ്ങളൊക്കെ തട്ടിമറച്ച് അവരുടേതാക്കി. പറ്റാത്തത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. പറ്റാത്തത് ഇന്ത്യയിൽ മാത്രം. അത് നമ്മുടെ കഴിവാണ്, നമ്മുടെ ഈ മണ്ണിന്റെ പുണ്യമാണ്. 1000 കൊല്ലത്തോളം, ഏറെക്കുറെ 1000-700 കൊല്ലം മുസ്ലിങ്ങൾ ഡൽഹി ഭരിച്ചു. കഴിഞ്ഞില്ല അവർക്ക് ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ. അവർ ചെന്നോടൊക്കെ ഇസ്ലാമിക രാജ്യമാക്കി. കഴിഞ്ഞിട്ട് ഇത്തിരി പാകിസ്ഥാനെ കിട്ടിയുള്ളൂ. ക്രിസ്ത്യാനികൾ 300 കൊല്ലം ഭരിച്ചു, പറ്റിയില്ല ഭാരതത്തെ ക്രൈസ്തവ രാജ്യമാക്കാൻ. ആ കേടൊക്കെ കൂടി ഇപ്പൊ തീർക്കുകയാണ്. ഇപ്പൊ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഹിന്ദുക്കളെ വിലക്ക് വാങ്ങാൻ നടക്കുകയാണ് 2 ശക്തികളും. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ മതമാറ്റത്തിന് നടക്കുമ്പോൾ ഹിന്ദു ഐക്യവേദി ആഗ്രഹിക്കുന്നു ഹൈന്ദവ സമാജത്തെ ശക്തിപ്പെടുത്തണം. ഇനി ഒരു മതം മാറ്റം നടക്കരുത് എന്നുള്ളത്. ഇതിനെതിരെ പരാതി പറഞ്ഞ് നമ്മൾ മടുത്തു. പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി തോറ്റു. കോടികളാണ് ഇവർക്ക് വരുന്നത്. ആ കോടികൾക്ക് മുന്നിൽ ചിന്തിക്കുക, പണമുള്ളവന്റെ മുന്നിൽ നമ്മുടെ മക്കളെ വിൽക്കാൻ തയ്യാറാണോ നമ്മൾ? നമ്മുടെ മക്കൾക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ, പണമുള്ളവരുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പണം തരാൻ തയ്യാറാണ്. നമ്മൾ വിൽക്കുക നമ്മുടെ മക്കളെ ആ പണത്തിന് വേണ്ടിയിട്ട്. എങ്കിൽ ഇതുപോലെ തന്നെ പണമുള്ളവന് മുന്നിൽ മതവും വിൽക്കില്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു ഹൈന്ദവ സമാജത്തെ വളർത്തിയെടുക്കാൻ, അതിനാണ് താഴെത്തട്ടിലേക്ക് ഹിന്ദു ഐക്യവേദി ആത്മവിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വഞ്ചിക്കുന്നതിനും പറ്റിക്കുന്നതിനും ഒരു കണക്കുണ്ട്. ക്രൈസ്തവ ഇസ്ലാമിക ശക്തികൾ പാഞ്ഞു നടക്കുകയാണ് ഒരാളെ കിട്ടുമോ നോക്കിയിട്ടാണ്. ചെലവൊന്നുമില്ല. ഇപ്പൊ ഈ പെന്തക്കോസ്റ്റുകാരുടെ കാര്യം പറഞ്ഞാൽ ആകെ ഒരു മുറി ബ്ലേഡിന്റെ ചെലവുകൾ, മീശയൊന്നും വരണ്ട. ഒരു മുറി ബ്ലേഡ് കിട്ടിയതൊന്ന് വരണ്ടിയാൽ ബാക്കിയൊക്കെ മൂലധനം ലാഭ. ഒരു പുസ്തകം കക്ഷത്തും വെച്ചാൽ മതി. പിന്നെ അങ്ങോട്ട് ഇറങ്ങുകയാണ്. എന്ത് വഞ്ചന നടത്തിയിട്ടാലും വേണ്ടി അവർക്ക് കാശാണ്. ഈ വയനാടൻ മേഖലകളിലെ മുറിബീടിക്ക് വഴിയില്ലാതെ കയറി വന്ന എത്ര പാസ്റ്റർമാർ കോടീശ്വരന്മാരായിട്ടുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ട വനവാസിയെ വിറ്റ കാശാണത്. ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദുവിനെ വിറ്റ കാശാണത്. മുറിബീടിക്ക് വഴിയില്ലാതെ പലരും ഇവിടെ കയറുക. എവിടുന്നുണ്ടായി കാശ? കർത്താവ് ചൊരിഞ്ഞു കൊടുത്തു മൂടുന്ന അല്ല, നമ്മുടെ പാവങ്ങളെ വിറ്റതിന്റെ, അവരെ വഞ്ചിച്ചതിന്റെ വിലയായിട്ട് അവർ കോടികൾ കുന്നുകൂട്ടുന്നു. അതിന്റെ ഇപ്പൊ വീരമയ്ക്കലൊക്കെ തല്ലൂട്ടം തുടങ്ങിയിട്ടുണ്ട്. നല്ല കാലം വരാൻ പോണത്. കുറ്റിപ്പുറത്ത്, മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് പാസ്റ്റർമാര് തമ്മിൽ പൊരിഞ്ഞടി. 5 ആൾ ആസ്പത്രിയിൽ പൊരിഞ്ഞടി. കർത്താവിന്റെ പേരിലൊന്നല്ല അടി, മതം മാറ്റിയെന്ന് കിട്ടിയ കാശ് വീതം വെക്കണന്റെ പേരിലടി. എനിക്കിത്ര നിനക്കിത്ര എന്ന് പറഞ്ഞ 5 എണ്ണം റോട്ടിൽ കിടന്ന അടി ആസ്പത്രിയിൽ അവസാനം. കർത്താവിന് ഒരു പൊറുക്കാത്ത പണിയെ പിരിച്ച് ചെയ്യണത്. പിന്നെ കർത്താവ് ഇറങ്ങാണ്ടിരിക്കും ഇത്തരമുള്ള ചില കളികളൊക്കെ കാണാണ്ടിരിക്കാൻ. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഈ തരത്തിൽ കർത്താവിനെ വിൽക്കാൻ കാശിന്. ദൈവത്തിനറിയില്ലേ ഏത് ആരാധന നടത്തണമെന്നുള്ളത്? ദൈവത്തെക്കാൾ വലിയ വിശ്വാസികളാണ് ഇവര്. ഒരാളുടെ മതവിശ്വാസം ഗർഭത്തിൽ തുടങ്ങുന്നു. നമ്മൾ ആരുടെ ഗർഭപാത്രത്തിൽ ജനിക്കണമെന്ന് തീരുമാനിക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കില്ല. അത് സാധിക്കുക ദൈവത്തിനാണ്. എന്നെയും നിങ്ങളെയും ഒരു ഹിന്ദുവിന്റെ ഗർഭപാത്രത്തിൽ ദൈവം അങ്കുരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആചാരം അവിടെ തുടങ്ങി. വയറ്റിൽ കിടക്കുമ്പോൾ തുടങ്ങിയ ആചാരം എനിക്കോ നിങ്ങൾക്കോ മാറ്റാൻ പറ്റുമോ? നമ്മൾ ഹിന്ദുവായിട്ടല്ല ജനിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ദൈവത്തിനാകാമായിരുന്നല്ലോ ഏതെങ്കിലും ക്രിസ്ത്യാനിന്റെ ഗർഭപാത്രത്തിൽ നമ്മളെ കൊണ്ടുപോയിടല്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ നടക്കൂ? അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിമിന്റെ ഗർഭപാത്രത്തിൽ? അതല്ല. നമ്മൾ ഹിന്ദുവായിട്ട് തന്നെ വളരണം തന്നെയാ ദൈവം നിശ്ചയിച്ചത്. ഗർഭപാത്രത്തിൽ വെച്ച ആചാരങ്ങൾ തുടങ്ങുന്നു അല്ലേ? ഗർഭിണിയായിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ആചാരമുണ്ട്, ജനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ആചാരമുണ്ട്, അതൊക്കെ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരമല്ലേ നടത്തിയത്. അതിനുശേഷം ആരെങ്കിലും പണം തരാമെന്ന് പറഞ്ഞാൽ, ആരെങ്കിലും സ്വർഗം തരാമെന്ന് പറഞ്ഞാൽ, ആരെങ്കിലും മറ്റെന്തെങ്കിലും പറഞ്ഞാൽ ഇത് മാറ്റാൻ നമുക്ക് അധികാരമുണ്ടോ? അവിടെയാണ് നമ്മുടെ സമാജം ശക്തമാകേണ്ടത്. നമ്മുടെ വിശ്വാസങ്ങൾ നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മളെ വഞ്ചിക്കാൻ ഇവർക്ക് സാധിക്കുന്നത്. എല്ലാ ഹൈന്ദവ സമൂഹത്തിനും അവരവരുടേതായ ആരാധനകളുണ്ട്. എല്ലാം ശരി തന്നെയാണ്. ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിൽ കുത്തി നിർത്തിയ ഒരു കല്ല് മുതൽ തന്ത്രമന്ത്രങ്ങളാൽ ആഗമശാസ്ത്രപ്രകാരം പ്രതിഷ്ഠിച്ച വിഗ്രഹം വരെ ഒന്നാണ്. ഇതൊന്നും അറിയാതെ കുത്തി നിർത്തിയ ഒരു കല്ലാകാം.
കുത്തി നിർത്തിയ ഒരു ശൂലമാകാം. അതും തന്ത്രമന്ത്രങ്ങളാൽ പ്രതിഷ്ഠിച്ച വിഗ്രഹവും രണ്ടല്ല. എല്ലാറ്റിൻ്റെയും സങ്കല്പം ഒന്നാണ്, വിശ്വാസം ഒന്നാണ്, ആരാധനാ രീതികൾ ഒന്നാണ്, ചെയ്യുന്ന കാര്യങ്ങളിൽ ചില മാറ്റങ്ങളുണ്ടെന്നേ ഉള്ളൂ. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതല്ല ശരി, ഇതല്ല, ആര് ശരി തെറ്റ് പറയാൻ? ഈ 10,000-കണക്കിന് വർഷങ്ങൾ നമ്മൾ ആചരിച്ചു വന്നത് ശരിയല്ല എന്ന് പറയാൻ തൽക്കാലം ഒരു പുസ്തകം കക്ഷത്ത് വെച്ചവൻ എന്താ അധികാരം, എന്താ അവകാശം? ആര് തീരുമാനിച്ചു? ആരാ ഏത് മതം ശരി എന്നാ പറയേണ്ടത്? ഇതെന്താ ടെസ്റ്റ് ട്യൂബിലിട്ട് തെളിയിക്കാൻ പറ്റുമോ? 3 ടെസ്റ്റ് ട്യൂബ് എടുക്കുക, ഒന്നിൽ അല്പം ഹിന്ദു മതം ഇടുക, മറ്റേതിൽ അല്പം ക്രിസ്തു മതം ഇടുക, മൂന്നാമത്തേതിൽ അല്പം ഇസ്ലാം മതം ഇടുക, 3-ലും 10 മില്ലി വീതം സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക, എന്നിട്ട് സത്യമതം തെളിയിക്കാൻ പറ്റുമോ? എനിക്ക് പറയാം എന്റെ കേമോന്ന്, എന്താ കുഴപ്പം? ഓരോരുത്തരും അവരവരുടെ കേമാന്നാണ് പറഞ്ഞാൽ പോരെ. കൂടുതൽ കേമമെന്ന് ആരാ പറയാറിയോ? വിൽക്കാൻ ആഗ്രഹമുള്ളവര്. നിങ്ങൾ TV-യിലെ പരസ്യങ്ങളൊന്ന് നോക്കുക. TV-യിലെ പരസ്യങ്ങൾ അവകാശപ്പെടുന്നത് എന്തൊക്കെയാ? അതിൽ എത്രയോ പേസ്റ്റിന്റെ പരസ്യം വരുന്നു അല്ലേ? എല്ലാ പല്ലും പോയ മുത്തശ്ശിയ പേസ്റ്റ് വെച്ചാൽ പല്ല് മുളയ്ക്കുന്ന പറഞ്ഞു. ചിലർക്ക് 0 ദന്തക്ഷയം, പല്ലങ്ങട്ട് ഉറപ്പിക്കാൻ. അയ്യോ, അതുങ്ങൾ കണ്ടാൽ നമ്മൾ അപ്പ പോയി പേസ്റ്റ് വാങ്ങും. നമ്മളെല്ലാവരും ആ പേസ്റ്റ് തേച്ചു. ഈ ഇരിക്കുന്നതിൽ ഒരു 30 വയസ്സുള്ള എത്ര ആളുടെ വായയിൽ മുഴുവൻ പല്ലുണ്ട്? 30 വയസ്സ് കരുത്തുള്ള യൗവനാണ്. ആ 30 വയസ്സിൽ 32 പല്ലും വായലുള്ളവർ എത്ര പേരുണ്ട്? ഒക്കെ 1 വരെയൊക്കെ പോയവരേ ഉള്ളൂ, അല്ലെങ്കിൽ ഒത്തും ബോർഡും ഉള്ളവരേ ഉള്ളൂ. എന്തേ ഈ പേസ്റ്റിന്റെ വാദഗതികൾ ശരിയായിരുന്നു? ഏത് പേസ്റ്റ് ഇങ്ങോട്ട് കിടത്താലും എന്താ? അതേമാതിരി ഹെയർ ടോണുകളുടെ പരസ്യം, മുടി ഉണ്ടാവാനേ അമ്മ അങ്ങനെ തേച്ചാൽ മതി, നിലത്ത് കിടന്നഴിയുന്നതാണ്. അതിപ്പോ ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ കത്തിരിച്ച് കണ്ടം തുണ്ടോ മുറിച്ചിടുന്നത്. കാരണം പണ്ടത്തെ മാതിരി നീട്ടി വളർത്തിയ ദാരിദ്ര്യം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഫാഷനൊക്കെ ഇപ്പൊ മുറിച്ച് മുറിവാലുകളാക്കിയത്. മുടി ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ്. നീട്ടി വളർത്താനും നീണ്ട് കനമുള്ള മുടിയൊക്കെ സ്വപ്നമുണ്ട്, അത് വരില്ല എന്ന് കണ്ടപ്പോ എന്നാ പിന്നുള്ള ദാരിദ്ര്യം പുറത്തറിയിക്കേണ്ട വെച്ചിട്ട് എല്ലാവരും മുറിച്ച് തൂക്കിയിടുകയാണ്. ഇപ്പോ 2 തീട്ട ദാരിദ്ര്യം ആരും അറിയില്ല. ആ ദാരിദ്ര്യം അറിയിക്കാണ്ടിരിക്കാനുള്ള പരിപാടിയാണ്. എന്റെ ഈ എയർ ടോണൊക്കെ എടുത്ത് തേച്ചാ പോരെ, മുടി കെട്ടല്ലേ? അപ്പൊ തേച്ചാ എന്താ സംഭവിക്കുക? പണ്ടത്തെ പെണ്ണുങ്ങൾ കെട്ടഴിച്ചാൽ മുടി കെട്ടഴിഞ്ഞങ്ങൂ നിലത്തിഴയും, ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ കെട്ടഴിച്ചാൽ മുടി കെട്ടോടെ വന്നു നിലത്ത് വീഴും. ഈ ഹെയർ ടോൺ ഒക്കെ ഉണ്ടായാലും കെട്ടോടെ വന്ന് നിലത്ത് വീഴും. അപ്പൊ എന്തേ പരസ്യം വല്ലതും നടന്നു പോകും? അങ്ങനെ ഓരോ പരസ്യവും നോക്കുക നിങ്ങള്. ആ പരസ്യത്തിൽ പറയുന്ന 10% സത്യമാണ്. ഏതെങ്കിലും ഉൽപ്പന്നത്തിന് ആ പരസ്യത്തിൽ പറയുന്ന 10% ഗുണമേന്മെങ്കിലും അവകാശപ്പെടാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളത് ഉറപ്പ്. പറ്റിയിരുന്നെങ്കിൽ ഇത്തരം രോഗങ്ങളോ ഇത്തരം ബുദ്ധിമുട്ടുകളോ ഒക്കെ നാട്ടിലുണ്ടാവുമോ? പറ്റുന്നില്ല. പിന്നെ അവരത് എന്തിനു പറയണു? വിൽക്കാൻ വേണ്ടി പറയണു. ഇതുപോലെയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സ്വന്തം മതത്തിന്റെ മഹിമ നമ്മളോട് പറയണത്. അത് പരസ്യമാണ്. പരസ്യ തന്ത്രത്തിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, വിൽക്കുക എന്നുള്ളത്. എന്റെ മുതല് വിൽക്കണം. വാങ്ങിയോന് പിന്നെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ. വാങ്ങി നോക്കിയാലേ അവർ രക്ഷപ്പെട്ടേ. സോപ്പ്, ആ സോപ്പ് ഈ സോപ്പല്ല, ഈ സോപ്പ് തെച്ച ഒരു സോപ്പ് ഇത് ഓരോരുത്തർ പരീക്ഷണത്തിന് വാങ്ങിയാലും അവന്റെ കുറെ സോപ്പ് ചെലവായി. ഇതുപോലെ ആരെങ്കിലും പരീക്ഷിച്ചാലും ഇവന് കുറച്ച് ആളെ കിട്ടി ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കാന്. ആ പരസ്യതന്ത്രം, പരസ്യങ്ങളിൽ കാണിക്കുന്നത് എന്തോ അതാണ് ഇവിടെ ചിലർ മതത്തിന്റെ പേരിൽ കാണിക്കണത്. അംഗീകരിക്കാൻ കഴിയില്ല. അതല്ല മതം. ശ്രേഷ്ഠമായ പാരമ്പര്യമുള്ള ഭാരതത്തിൽ തെളിയിക്കണം, ഈ പരസ്യമല്ല മതം. ഇത്തരത്തിൽ പരസ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക, കൊള്ളരുതാത്ത ഉൽപ്പന്നമാണ്. നമ്മുടെ വീട്ടിൽ വരെ ഏതാ വലിയ സഞ്ചിയൊക്കെ തൂക്കിയിട്ട് പിള്ളേർ വരില്ലേ? സോപ്പ്, ചീർപ്പ് മുതൽ റോക്കറ്റ് വരെ എല്ലാം ഉണ്ടാവും ആ ബാഗിൽ. സർവ്വ അടവും എടുക്കും. അവരതിന്റെ ഗുണമേന്മ ആദ്യമായിട്ട് പറയാൻ തുടങ്ങും. ചേച്ചി ഇത് ആനയാണ് ചേനയാണ് അല്ലേ എന്നൊക്കെ പറയും. നമ്മൾ വേണ്ട കുട്ടിയെ എന്ന് പറഞ്ഞാൽ അവതെടുക്കും. ചേച്ചി ബസ്സൂലിക്ക് കാശില്ല ചേച്ചി, ഒന്ന് വാങ്ങിക്കുമോ? അവരെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. സാധനത്തിന്റെ ഗുണമേന്മ പറഞ്ഞിട്ട് വീണില്ല എന്നെങ്കിൽ അവതെടുത്തോന്നാണ് അവരെ പഠിപ്പിച്ചത്. ചേച്ചിയെ ബസ്സൂലിക്ക് കാശില്ല, ചേച്ചിയുടെ മോനെ പോലെ എന്നെ കണ്ടൂടെ? ഇത് ഇത്ര എണ്ണം വിറ്റാലേ ചേച്ചി എന്നെ സ്ഥിരപ്പെടുത്തുള്ളൂ, ഒന്നെടുക്കുവോ പ്ലീസ്? അവന്റെ അവസാനത്തെ ആവനാഴിയിലെ അവസാനത്തെ അമ്പ് കൊടുക്കാൻ അവൻ അത് വിൽക്കണം. കൊള്ളാവുന്ന വല്ല കമ്പനിയുടെ മുതലും ഇങ്ങനെ വരുമോ വീട്ടില്? കൊള്ളാവുന്ന വല്ല കമ്പനിയുടെ ഉണ്ടാവുമോ ഈ ബാഗില്? മാർക്കറ്റ് പിടിച്ചടക്കിയ ഒരു കമ്പനി ഉണ്ടാവില്ല. ഇതുപോലെ കൊള്ളരുതാത്ത ഉൽപ്പന്നെ വീട്ടിൽ കൊണ്ടുള്ളൂ. ഹിന്ദുമതം തൂക്കിയിട്ട് വീട്ടിൽ പോണില്ല. ഇത് മാർക്കറ്റ് പിടിച്ചടക്കിയതാ, ഇത് തെളിയിച്ച സാധനം. ഇത് ആരും ബാഗ് തൂക്കി വീട്ടിൽ കൊണ്ടു ചെല്ലണില്ല. വേണോ 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 എന്ന് വെച്ചിട്ട് അവിടെ കൊണ്ടു ചെല്ലണില്ല. റെപ്രസെന്റേറ്റീവ്സിനെ അയക്കണില്ല നമ്മള്. കൊള്ളരുതാത്തവർക്കാണ് പരസ്യം കൊടുത്തിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് ചെലവഴിക്കാൻ പറ്റുമോ അവിടെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ഇന്ന് ചിലയിടത്തൊക്കെ അറിയുന്നുണ്ട് കേട്ടോ, ഈ വഞ്ചന വ്യാപകമാകുന്നു. എന്തിനിങ്ങനെ
പാഞ്ഞു നടക്കുന്നു? ദൈവം തീരുമാനിച്ചോട്ടെ എന്ന് നമ്മുടെ ചോദ്യമുള്ളൂ. ഇവരാര് പാഞ്ഞു നടക്കാൻ? മഹിമ പറഞ്ഞുകൊണ്ട് പാഞ്ഞു നടക്കാൻ? അവരേത് മയത്തിന്റെ പറയുന്നത്? അവര് തമ്മിൽ ചേരുവോ? ഒരു കത്തോലിക്കന്റെ പള്ളിയിൽ യാക്കോബായിട്ട് പോകുമോ? അവന്റെ പള്ളിയിൽ മാർത്തോമ പോകുമോ? അവനെ പെന്തക്കോസ്തുകാരന് പറ്റുമോ? ഇതിൽ ഏത് മതം ഇവർ നമ്മളെ പഠിപ്പിക്കുന്നത്? ഇതിൽ ഏതാ ശരി? പിന്നെ അവർ തമ്മിൽ അടിയാണ്. സുന്നി വേണോ, ഷിയ വേണോ, മുജാഹിദ് വേണോ, ജമാഅത്ത് വേണോ, അവിടെ അടിയാണ്. ഇറാഖ് ഇസ്ലാമിക രാജ്യമായിരുന്നു, മിക്കവാറും കഷ്ണാവെന്നാ പറയുന്നത്. ഇസ്ലാമിക രാജ്യമായിരുന്നു. അപ്പൊ അവിടുത്തെ മുസ്ലിങ്ങൾ തമ്മിലായി പ്രശ്നം. സുന്നി വേണോ, ഷിയ വേണോ, മിക്കവാറും അടുത്ത ഭാവിയിൽ ഇറാഖിന്റെ ഭൂപടം മാറ്റി വരയ്ക്കേണ്ടി 3 കഷ്ണാവെന്നാ പറഞ്ഞത്. ഇറാഖ് 3 രാജ്യമായിട്ട് സിറിയയുടെ കുറച്ച് ഭാഗം കൂടെ ചേർന്നുകൊണ്ട് 3 രാജ്യം ഉണ്ടാകാൻ പോകുന്നു പറഞ്ഞു. അപ്പൊ എവിടെ അവർക്ക് തമ്മിൽ ചേരാൻ പറ്റൂ? ഇവരാണോ മഹിമയും പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത്? അപ്പൊ നമുക്ക് തിരിച്ചറിയണം. മതം മാറ്റത്തിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്ന ഒരു കഥ കഴിഞ്ഞ മാർച്ച് മാസത്തില് ഒരു വാരികയിൽ വരികയുണ്ടായി. മംഗളം വാരികയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. വായിച്ച ഒരാള് എനിക്കത് കൊണ്ടു തന്നു. എൻ്റെ തന്നത് എന്നിലൂടെ നിങ്ങൾക്ക് കിട്ടട്ടെ വെച്ചിട്ടാണ്. അതുകൊണ്ട് എന്നിൽ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞാലേ പറ്റുള്ളൂ. മതം മാറ്റം വ്യാപകമായ വയനാട്ടില് ആ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളിൽ നിൽക്കാനല്ല, എനിക്ക് ഒരാൾ തന്നത് എന്നിൽ നിൽക്കാനല്ല, എന്നിലൂടെ നിങ്ങൾക്ക് കിട്ടാനാണ്. ഞാൻ കഥ പറഞ്ഞു തരുന്നത് നിങ്ങളിൽ നിൽക്കാനല്ല, നിങ്ങളിലൂടെ പലർക്കും കിട്ടുന്നു. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ കഥ. ചെറിയ കഥയാണ്, കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഒരു നാട്ടിലെ ഒരു ഗോപാലൻ, നമുക്ക് അവനെ ഗോപാലൻ എന്ന് വിളിക്കാം, ഹിന്ദുവാണല്ലോ അല്ലേ? ആള് പാമ്പാണ്, 24 മണിക്കൂറും പാമ്പാ. മദ്യഷാപ്പെന്ന് പോരുന്ന പരിപാടി ഇല്ല. കള്ളുടിച്ചാൽ വയറ്റിലും കിടക്കില്ല, റോട്ടിലും കിടക്കില്ല, ഷാപ്പിലും കിടക്കില്ല, കണ്ടവന്റെ നെഞ്ഞത്തെ കിടക്കും. എന്ന് പറഞ്ഞാൽ വഴക്കടിക്കാണ്ട് മൂപ്പർക്ക് സ്വൈരമില്ല. വീട്ടുകാരും നാട്ടുകാരും ഗോപാലിനെ കൊണ്ടാണ് ബുദ്ധിമുട്ടി. ജീവനുള്ള മതലല്ലേ, തല്ലിക്കൊല്ലാൻ പറ്റില്ലല്ലോ. കൊന്നാ അതും കൊലക്കുറ്റല്ലേ, അല്ലെങ്കിൽ ആരെങ്കിലും നോക്കിയിരുന്നു. കാരണം അത്ര വെട്ടക്ക് സ്വഭാവമാണ്. ഗതി കിട്ടും. എന്ത് ചെയ്യാൻ പറ്റും ഗോപാലിന്? അപ്പോഴാരോ പറഞ്ഞ ക്രിസ്ത്യാനികളുടെ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയാൽ മതി, കുടി മാറ്റുന്നു. ഓ, അനുഭവസ്ഥര് പറയണതല്ലേ, കുടിയെ അല്ലേ? അവിടെ ആരാധനയ്ക്കേ മദ്യം ഉപയോഗിക്കണു എന്നുള്ള സത്യം ആർക്കറിയാം? ആരാധനയ്ക്കേ മദ്യമാണ് അവിടെ ഉപയോഗിക്കണത്. എന്നാൽ അവിടെ പോയാൽ കള്ളുടി മാറുന്നാണ് പ്രചരിപ്പിക്കണത്. മുങ്ങിച്ചാകാൻ പോണവന് വൈക്കോ തുരുമ്പു ആയുധം. ഗോപാലിനെ തൂക്കി ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ടു. ധ്യാനിച്ച് നേരെ ആവട്ടെ. ധ്യാനത്തിലൊക്കെ പങ്കെടുത്തു. ധ്യാനം വെറുതെ അല്ലല്ലോ, ഈ പറഞ്ഞ മാതിരി ട്യൂഷൻ വെറുതെ അല്ലല്ലോ. അതുപോലെ ധ്യാനത്തിനൊരു ഉദ്ദേശമൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഗോപാലിനെ മതം മാറ്റി. ഗോപാലൻ കുടിയനെ കൊണ്ട് പുറത്തു വിടാത്തിന് മടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അകത്ത് വെച്ചിരുന്ന ചടങ്ങൊക്കെ നടത്തിയത്. വിശുദ്ധ വെള്ളം എന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ടു വെച്ചു അല്ലേ? അത് ഒരു കുടന്ന മുക്കി ഗോപാലിനെ അവിടെ ഇരുത്തി ഗോപാലിന്റെ തലയെ കൂടി ഒഴിച്ചു. ഗോപാല, നീ ഇന്നു മുതൽ സാമുവലാണ്. ഗോപാല, നീ ഇന്നു മുതൽ സാമുവലാണ്. ഗോപാല, നീ ഇന്നു മുതൽ സാമുവലാണ്. നിന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നിന്നിൽ ദയ ചൊരിഞ്ഞിരിക്കുന്നു. നിന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിരിക്കുന്നു. ഇനി നീ തെറ്റൊന്നും ചെയ്യരുത്. അപ്പൊ സാമുവല് ചോദിച്ചു, സാമുവലായല്ലോ, അച്ഛോ അപ്പക്കിനി കള്ളുടിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. കള്ളുടിക്കാൻ പാടില്ല. കുടുങ്ങിപ്പോയാൽ അച്ഛ തീരെ കുടിക്കാൻ പാടില്ല ഇല്ല. ചായ കുടിക്കാവോ? ആ, ചായ കുടിക്കാമെന്ന്. ആശ്വാസമായി പറഞ്ഞു സാമുവല്. ചായെങ്കിലും കുടിക്കാലോ എന്നാണ്. ശരി, നീ സാക്ഷ്യം പറയുന്നു. ധ്യാനത്തിന്റെ അവസാനത്തില് സാമുവല് സാക്ഷ്യം പറഞ്ഞു. ഞാൻ ഗോപാലനായിരുന്നപ്പോൾ മുഴുക്കുടിയനായിരുന്നു. ഞാൻ മദ്യപാനം നിർത്തിയിരിക്കുന്നു. ഞാൻ മേലിൽ മദ്യം കുടിക്കില്ല. കേട്ടവർക്കൊക്കെ ആനന്ദം. എന്തൊരത്ഭുതം! സാമുവലിനെ മാറ്റാൻ കഴിഞ്ഞില്ല എന്നാണ്. സാമുവല് ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങി നേരെ ബിവറേജസ് ചെന്നു. ഒരു കുപ്പി റമ്മു ഒഴിച്ചു. അപ്പൊ കൂടുതലൊരു നീയല്ലേ അവിടെ സാക്ഷ്യം പറഞ്ഞത്, നീ കുടിക്കില്ല? ഇല്ല, നിർത്തി. ഇപ്പൊ ഞാൻ കർത്താവിന്റെ കുഞ്ഞാടല്ലേ, ഞാൻ സാമുവലല്ലേ, ഞാൻ മദ്യപിക്കില്ല എന്ന് വാക്ക് കൊടുത്തതെങ്കിൽ ഞാൻ മദ്യപിക്കില്ല, ഞാൻ നിർത്തി. ഇത്രയും കാലം മദ്യപിച്ചതല്ലേ, അതുകൊണ്ട് ഇതുകൊണ്ട് ഒരു കൂട്ടം പണിക്ക് ചെയ്യാണ്ട് പറഞ്ഞു. ആ ഒരു കുപ്പിയെ സ്വന്തം കുട്ടിയെ മാറോട് അടുക്കി പിടിക്കണ മാതിരി റമ്മും കുപ്പിയും തോളത്ത് ചേർത്തും കൊണ്ട് സാമുവല് വീട്ടിലെത്തി. ഭാര്യയോട് പറഞ്ഞ മുറിയൊക്കെ ഒന്ന് തുടയ്ക്കാൻ പറഞ്ഞു. ഭാര്യ മുറിയൊക്കെ ഒന്ന് തുടച്ചു. ഇയാള് അവിടെ ഒരു പലക കൊണ്ടുവച്ചു. ആ പലകയുടെ മുകളിൽ ഒരു തുണി വെച്ചു. തുണി വിരിച്ചു. തുണിയുടെ മുകളിൽ ഈ റമ്മിന്റെ കുപ്പി വെച്ചു. അതിനുശേഷം ഒരു തൊട്ടി വെള്ളം കോരിക്കൊണ്ടു അതവിടെ വെച്ചു. സാമുവൽ അവിടെ ഇരുന്നു. നല്ലോണം കർത്താവിനെ വിചാരിച്ചു. ഒരു കുടന്ന വെള്ളം കോരി, റമ്മേ നീ ഇന്നു മുതൽ ചായയായിരിക്കുന്നു. റമ്മേ നീ ഇന്നു മുതൽ ചായയായിരിക്കുന്നു. റമ്മേ നീ ഇന്നു മുതൽ ചായയായിരിക്കുന്നു. മൂന്നാമത്തെ വട്ടം പറയാലും അടപ്പ് തുറന്നവരെ ഏറ് എറിഞ്ഞ ഒരു ഒറ്റ കമത്തല വയറ്റിലേക്ക്. സാമുവല് റമ്മ് കുടിച്ചില്ല.
സാമൂല് റമ്മ് കുടിച്ചില്ല, സാമൂല് ചായയെ കുടിച്ചുള്ളൂ. 40-45 കൊല്ലം ഗോപാലനായി ജനിച്ച് ജീവിച്ച ഗോപാലിന് തലേക്കൂടി തുള്ളി വെള്ളം വീണ സാമൂലാകാമെങ്കിൽ ഈ റമ്മും കുപ്പിയുടെ തലേക്കൂടി ലേശം വെള്ളം വീണ അതിന് ചായ ആയിക്കൂടി. എന്താ ബുദ്ധിമുട്ട്? നല്ല ബുദ്ധിമുട്ടുണ്ടോ? അത് ചായ എടുത്ത് കുടിച്ചു. മതം മാറ്റത്തിന്റെ നിരർത്ഥകത എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കൊച്ചു കഥയാണ്. നിങ്ങൾ നിൽക്കാനല്ല കേട്ടോ, വിഡ്ഢിത്തങ്ങൾ പറഞ്ഞു പരത്തുന്നവർക്കിടയിലേക്ക് നമ്മുടേലും വേണം ചില മരുന്നൊക്കെ. കാരണം എല്ലാത്തിനും പരിഹാരം മതം മാറ്റമാണ്. എവിടെ കണ്ടുപിടിച്ചു? രോഗം മാറാൻ മതം മാറിയാൽ മതിയെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രമല്ലേ രോഗം വരണ്ടു? ലോകത്തൊരു രാജ്യത്തും വേണ്ടല്ലോ. നേപ്പാളിലും ഇന്ത്യയിലൊക്കെ പോലെ രോഗം അല്ലല്ലോ. ലോകത്തെ എല്ലാ രാജ്യത്തും സാമാന്യം ഭേദം നമ്മുടെ ഇവിടെയാണ്. ഇവിടെ ദൈവം അനുഗ്രഹിച്ചിട്ടാ ജനസംഖ്യ നമ്മൾ വേണ്ട പറഞ്ഞിട്ടാ കുറയണത്. നമ്മളാ പണ്ടത്തെ പോലെ 10 പലതൊക്കെ ആക്കിയിരുന്നുണ്ടല്ലോ. ലോകത്തെ 1-ാം സ്ഥാനത്ത് നമ്മൾ എത്തിയിരുന്നു. അവരൊന്നും നാട്ടിലുണ്ടാവണില്ലേ മക്കള്? ഇവിടെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് ചവിട്ടി പിടിച്ചിരിക്കുക. ഇവിടെ ഉണ്ടാവാണ്ടോന്നല്ല, ആ 10 പലതും മറ്റേ അനുഗ്രഹിക്കപ്പെട്ട മണ്ണാണിത്. മറ്റു പലയിടത്തും പട്ടിണി കൊണ്ട് പരിവട്ടം കൊണ്ട് ആള് മരിക്കുന്നു. അതൊന്നും നമ്മുടെ രാജ്യമല്ല. കെനിയ, അവിടുന്നൊക്കെ ഇവിടേക്ക് മിഷണറിമാർ വരുന്നുണ്ട് മതം മാറ്റാന്. കെനിയ എന്നൊക്കെ ഇവിടേക്ക് മിഷണറിമാർ വരുന്നുണ്ട് പട്ടിണി കൊണ്ട്. അവിടെ എൻ്റെ ഒരു സുഹൃത്ത് മർച്ചന്റ് നേവിയിൽ ഉള്ളൊരു സുഹൃത്തായിരുന്നു. അവരൊരിക്കൽ കപ്പൽ നിർത്തിയ സമയത്ത് ഒഴിവുവേളയിൽ കെനിയയിൽ പോയിട്ട് ക്യാമ്പ് അടിച്ചു വരും. അപ്പൊ കെനിയ എന്ന് പറഞ്ഞാൽ വളരെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് അവര് മറ്റേ പോലീസും പട്ടാളമൊക്കെ നിന്നിട്ടാണ് ഇവര് തിരിച്ച് കപ്പലിൽ കയറാൻ വേണ്ടി കൊണ്ടുവരുന്നത്. പക്ഷെ എന്നിട്ടും വഴിക്ക് വെച്ച് ഇവര് അക്രമികൾ തുടങ്ങും. ഈ മർച്ചന്റ് നേവിക്കാരെ ആ വിഭാഗത്തിനെ മൊത്തം ആ ഗ്യാങ്ങിനെ ഒന്നാകെ ഈ അവിടുത്തെ കലാപകാരികൾ തടഞ്ഞു. ഇവരാകെ പേടിച്ചു. കാരണം അവര് തോക്കും ആയുധമൊക്കെ ആയിട്ട് വണ്ടി കയറി. അപ്പൊ മർച്ചന്റ് നേവിക്കാരാ, നല്ല സാമ്പത്തിക ശേഷിയുള്ളവരാണ്. കഴുത്തിൽ മാലയുണ്ട്, കയ്യിൽ ബ്രേസ്ലെറ്റ് ഉണ്ട്, കയ്യുമ്മ നല്ല വാച്ചുണ്ട്, മോതിരമുണ്ട്, സാമ്പത്തികമുള്ളവരാണല്ലോ. ഇവര് വേഗം കലാപകാരി വന്നപ്പോ ഇതൊക്കെ ഊരി വള മാല ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ജീവൻ തന്നാ മതി, ഇതൊക്കെ അങ്ങോട്ട് തരാന്നുണ്ട്. അവരിതൊക്കെ വാങ്ങി ഇങ്ങടാൻ ഇട്ടു. എന്നിട്ട് അവര് തോക്ക് വെച്ചിട്ട് ഇങ്ങനെ തെരഞ്ഞെന്താ അറിയോ, വല്ലോം കഴിക്കാനുണ്ടോന്ന്. ആ കാറിൽ കഴിക്കാനുള്ള അവസാനത്തെ തരി എടുത്തിട്ട് പോയി. സ്വർണ്ണമൊന്നും അവർക്ക് വേണ്ട, അവര് പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടായിരുന്നു, വിശന്നിട്ടായിരുന്നു അവരാ പണി ചെയ്തത്. ഭക്ഷണമല്ലാതെ ഒരു സാധനം അവരെടുത്തില്ല. കാരണം അവർക്ക് സ്വർണം കിട്ടിയാൽ തിന്നാൻ പറ്റില്ല. ഇതൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ കപ്പാസിറ്റി അവിടെ ഇല്ല. അതുകൊണ്ട് അവർക്ക് തിന്നാനുള്ളത് മാത്രമേ വേണ്ടൂ. ആ നാട്ടിൽ നിന്ന് വന്നിട്ടാണ് ഇവിടെ ട്യൂഷന്റെ പേരിലും വീട്ടുകാരുടെ ചെലവിലിക്കുന്നൊക്കെ പറഞ്ഞു കൊടുക്കണത്. അവനവന്റെ നാട്ടിലെ സ്വന്തം മതക്കാർക്ക് കൊടുക്കാതെ ഹിന്ദുക്കളെ വിലയ്ക്ക് വാങ്ങാൻ നടക്കുകയാണ്. അവിടെ നിന്നൊക്കെ അടക്കം കൊണ്ടുവന്നിട്ട് പണം ഇവിടെയാണ് ഒഴിക്കുന്നത്. അപ്പൊ ഇത്തരം ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകുള്ളൂ. രോഗം മാറാൻ മതം മാറണമെന്ന് പറയുന്നവരോട് തിരിച്ചു ചോദിക്കുക, നിങ്ങൾ ഇന്ന് ജനിച്ചവർ, ഇന്ന് വളരുന്നവർ, നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാകാം, കള്ളം പറയാം, സത്യവും കള്ളമാകാം. പക്ഷേ ഒരു ലക്ഷ്യവുമില്ലാതെ ഇവിടെ നമ്മുടെ ഋഷീശ്വരന്മാർ പലതും എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചിട്ടില്ലേ? ചിന്തിക്കൂ. മേൽപ്പത്തൂരിന് വാദവ്യാധിയായിരുന്നു. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന് വാദം പിടിച്ച് കയ്യും കാലും അനക്കാൻ പറ്റിയിരുന്നില്ല. മേൽപ്പത്തൂരിന് മതം മാറിയിട്ടല്ല വാദവ്യാധി മാറിയത്, ഗുരുവായൂരപ്പനെ ഭജിച്ചിട്ടാണ്. അത് തെളിവാണ്, അനുഭവമാണ്. ഗുരുവായൂരപ്പനെ ആത്മാർത്ഥമായി ഭജിച്ചപ്പോൾ മേൽപ്പത്തൂരിന്റെ രോഗം മാറി, കുചേലന്റെ പട്ടിണി മാറി. ഭഗവാനെ ആശ്രയിച്ചപ്പോൾ കുചേലന്റെ പട്ടിണി മാറി. ആയുസില്ലാത്ത മാർക്കാണ്ഡേയന് ശിവനെ ഭജിച്ചപ്പോൾ ആയുസ് കിട്ടി. ഇപ്പൊ വന്ന് പറഞ്ഞതല്ലതൊന്നും. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ഋഷീശ്വരന്മാർ രേഖപ്പെടുത്തി വെച്ച ശാശ്വതമായ സത്യങ്ങളാണ്. ധ്രുവന് കുടുംബ വഴക്കായിരുന്നു പ്രശ്നം. രണ്ടാനമ്മ പിടിച്ചു വലിച്ചിറക്കി അച്ഛന്റെ മടിയിൽ നിന്ന്. കുടുംബ വഴക്ക് തീരാൻ മതം മാറിയുള്ള ധ്രുവൻ ചെയ്തത് 5 വയസ്സുള്ള കുട്ടി മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി. വേണ്ടുന്നതെല്ലാം നേടിയ കുട്ടിക്ക് വയസ്സ് 5. പ്രഹ്ലാദന്റെ ജീവരക്ഷ മഹാവിഷ്ണു നടത്തി. ആര് കൊല്ലാൻ നോക്കിയാലും, സ്വന്തം അച്ഛൻ തന്നെ കൊല്ലാൻ നോക്കിയാലും വിഷ്ണു കൊണ്ട് കയ്യിൽ കയറാൻ ഭക്തി കൊണ്ടാണ്, ആ കുട്ടിയുടെ വിളി കൊണ്ടാണ്. അപ്പൊ ഈ ഇരിക്കുന്ന നമ്മുടെ മക്കൾക്ക് ഭഗവാനെ വിളിക്കാൻ പഠിപ്പിക്കുക. നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ആത്മാർത്ഥമായ ഭക്തി കൊണ്ട് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അമ്പലത്തിൽ പോയിട്ട് തിരുവാതിര കളിച്ചിട്ട് പോന്നാ പോരാ. ഭഗവാന്റെ മുന്നിൽ ഒരു പൊട്ടുപൊട്ടിയുടെ തൊഴലേ, പിന്നെ കുറച്ച് കാശും തരാന്ന് പറഞ്ഞ് പോന്നാ പറ്റില്ല. ആത്മാർത്ഥമായ ഭക്തി വിളിക്കുക, മടി തീർന്ന് വിളിക്കുക, ആശ്രയിക്കുക. അസാധ്യമായിട്ടൊന്നുമില്ല. ഭക്തി കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല. അതിന് മതം മാറി പോണ്ട.
നമ്മുടെ ധർമ്മത്തിൽ തന്നെ ഇഷ്ടം പോലെ സാധ്യതയുണ്ട്. രാമായണമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കൂ, അതിലുണ്ട് സ്തുതി ഭക്തിയോടെ ജപിക്കുന്ന പുമാന്മാർക്ക് പറഞ്ഞ് അർത്ഥാർത്ഥി ജപിക്കലോ അർത്ഥവും ഉണ്ടായവര് സമ്പത്തില്ലേ. ഈ സ്തുതി ജപിച്ചോളൂ എന്നാ പറഞ്ഞത് എഴുത്തച്ഛന് വേറെ ലക്ഷ്യമൊന്നുമില്ല, ആരെയും മതം മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഈ സ്തുതി നിങ്ങൾ ജപിച്ചോളൂ, നിത്യവും കൃത്യമായി ജപിച്ചാൽ നിങ്ങൾക്ക് സമ്പത്തുണ്ടാകും. പുത്രാർത്ഥി ജപിക്കലോ നല്ല പുത്രനോ ഉണ്ടായി വരും. മക്കളെ വേണോ, നല്ല മക്കളാകണോ, ഇത് ജപിക്കൂ, നിങ്ങൾക്ക് നല്ല മക്കളുണ്ടാകാൻ രാമായണത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സ്ഥാനീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരം കാര്യങ്ങൾ പഠിക്കണം, ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കണം. സത്യം ചെരിപ്പിടാൻ തുടങ്ങുമ്പോഴേക്കും നുണ കാതങ്ങൾ പിന്നീട് അതപ്പം സംഭവിക്കണത്. നമ്മൾ ആലോചിച്ചപ്പോഴേക്കും മറ്റൊരു ഓടി, ഇനി നമുക്കും ഓടാൻ കൂടെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാം. ഈ മട്ടിക്ക പോണെങ്കിൽ ഇപ്പൊ നമ്മൾ പ്രതിരോധിക്കാൻ പോവുകയാണ്. നമ്മുടെ ഇടയിലേക്ക് ഇനി വിഡ്ഢിത്തം പറഞ്ഞ് വരരുത്, മതം മാറ്റരുത്. ഇന്ന് ഹിന്ദു ഐക്യവേദി അതാണ് തീരുമാനിക്കുന്നത്. മതം മാറ്റിയാൽ നിയമപരമായും എല്ലാ അർത്ഥത്തിലും അതിനെ പ്രതിരോധിക്കും എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അത് വഞ്ചനയാണ്, ഒരു സമാജത്തോട് ചെയ്യുന്ന, അവരുടെ പാരമ്പര്യത്തിൽ നിന്ന് അടർത്തിയെടുക്കുകയാണ്. ഒരു വനവാസിയെ മതം മാറ്റി അവർ മറ്റൊരു മതത്തിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ അവൻ സഹസ്രാബ്ദങ്ങളായി ഒരു കല്ലിനെ പൂജിക്കുന്നവനാണ്. കല്ലല്ല, അതിനുള്ളിലത്തെ ദൈവത്തെ. ആ തലമുറകളോട് മുഴുവൻ ചെയ്യുന്ന പാപമാണ് അവനെ ഇതിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പോണത്. ഒരു ഹിന്ദുവിനെ മാറ്റിക്കൊണ്ടുപോകുമ്പോൾ തലമുറകൾക്ക് മുന്നിലുള്ളവർക്ക് ഉദയക്രിയ ചെയ്യേണ്ടവരാണ് നമ്മള്. ഒരു ഉരുള പിണ്ണച്ചോറ് ഉരുട്ടി വെക്കേണ്ടവരാണ് നമ്മളെ, കടം കിട്ടേണ്ടവരാണ്. മതം മാറി പോകുന്നതോടുകൂടി അവരുമായുള്ള ബന്ധം മുറിച്ചു. ഏതോ തലമുറയിൽപ്പെട്ടവരോട് പോലുള്ള ബന്ധം മുറിച്ചിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു ഉരുള പിണ്ണച്ചോറ് ഉരുട്ടി വെച്ച് പോലും നമുക്ക് ഈ ജീവൻ തന്നവരോട്, മാംസം തന്നവരോട് നമുക്ക് ഉള്ള കടമ നിറവേറ്റണ്ടേ? മാറിപ്പോകാൻ നമ്മളാര്? ഇതിനെവിടെയെങ്കിലും ചെന്നാൽ തിരിച്ചടി ഇല്ലാതിരിക്കൂ. ഈ ചെയ്യുന്ന പാപങ്ങൾക്ക്, നമ്മൾ നിക്ഷിപ്തമായ കടമകൾക്ക് അത് ചെയ്യാതെ മറ്റൊരാളുടെ പുറകെ പോയാൽ എവിടെയെങ്കിലും ചെന്നാൽ നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. എന്നും ഇവര് കൂട്ടുണ്ടാവില്ല. മാറ്റലും ഫോട്ടോ എടുക്കലും കഴിഞ്ഞാൽ അവരവരുടെ പാടുമൊക്കെ പോകും. പിന്നെ എന്നും കൂട്ടൊന്നുമില്ല, നമ്മൾ തന്നെയുള്ളൂ. ഈ ലോകത്തുനിന്ന് പോയാൽ നമ്മൾ തന്നെ ആൻസർ ചെയ്യാനും ഉത്തരം കൊടുക്കാനും ഉള്ളൂ. അവിടുത്തെ സ്ഥിതി നമുക്കറിയില്ലല്ലോ. ഇവര് പറയണതാണ് സത്യം എന്ന് ആരും കണ്ടിട്ടില്ലല്ലോ. ക്രിസ്ത്യാനിക്ക് മാത്രമായൊരു സ്വർഗമുണ്ട്, അങ്ങനെ വരുമോ? ദൈവത്തിന് അത്ര പാർഷ്യാലിറ്റി ഒന്നും ഉണ്ടാവില്ല. അവിടെ പോയവരാരും തിരിച്ചു വന്നിട്ടുമില്ല. ഇവരിങ്ങനെ നിർമ്മിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് മാത്രം, ഞങ്ങളുടെ കൂടെ പോയാൽ മാത്രമേ സ്വർഗമുള്ളൂ, മറ്റൊന്നും. നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ്, നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ്. നമ്മൾ വെള്ളത്തിലടിച്ചു വന്നൊന്നല്ല, ഈശ്വരന്റെ സൃഷ്ടികൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ മാറ്റി നിർത്തില്ല, നമുക്ക് ഉറപ്പ്. അപ്പൊ ഇത്തരം വങ്കത്തങ്ങൾ ഇനി പ്രചരിപ്പിച്ചാൽ ആദ്യത്തെ ഘട്ടം ഹിന്ദു ഐക്യവേദി പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അടുത്ത ഘട്ടം നമ്മൾ അങ്ങോട്ട് കടന്നു കയറും, നിർത്തിയിട്ടില്ലെങ്കിൽ. ഇതുവരെ നമ്മളങ്ങോട്ട് ചെല്ലാത്തോണ്ടാ. നമ്മളും 10 ലഘുലേഖ അടിച്ചിട്ട്, നമ്മളും 10 CD പിടിച്ചിട്ട്, ഒരു 10 രൂപ ബാഗിലിട്ടിട്ട് നമ്മളൊന്ന് ഇറങ്ങി നോക്കട്ടെ. പടാന്ന് പോയവര് പോയതിനേക്കാൾ വേഗത്തിലേക്ക് കൊണ്ടുപോയവരൊക്കെ അങ്ങോട്ട് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് കൂട്ടിയേ പറ്റും. അടുത്ത ഘട്ടം അതാ. നിർത്തിയില്ല എങ്കിൽ വ്യക്തമായ സൂചന തന്നെ ഹിന്ദു ഐക്യവേദി കൊടുക്കുന്നു. മതം മാറ്റം ഇന്നത്തെ കണക്കിൽ ഈ പോക്ക് നിർത്തിയില്ല എങ്കിൽ ഹിന്ദു മിഷണറിമാരിറങ്ങും. മതം മാറ്റം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ ഇറങ്ങും. തെറ്റാണെന്നറിയാം, മുള്ളിനെ മുള്ളോണ്ട് എടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ മുള്ളിനെ മുള്ളോണ്ട് എടുക്കുക. ഹിന്ദു മിഷണറിമാരിറങ്ങും. ഹിന്ദു മതത്തിന്റെ മഹിമ പറഞ്ഞുകൊണ്ട്, മേന്മ പറഞ്ഞുകൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കും. 10 കൊല്ലം മുമ്പ് മതം മാറിപ്പോയ കുടുംബങ്ങൾ, 20 കൊല്ലം മുമ്പ് മതം മാറിപ്പോയ കുടുംബങ്ങൾ, അവരിലേക്ക് ഞങ്ങൾ ഇറങ്ങും, തിരിച്ചു കൊണ്ടുവരും. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെയും കൊണ്ടുവരും. അപ്പോ അത് വേണോ വേണ്ടിയോ, അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും സർക്കാരും ഒക്കെ തീരുമാനിക്കട്ടെ. അതിന് മുമ്പ് മതം മാറ്റം നിർത്തിയാൽ നമ്മൾ അത് കടുങ്കൈക്കൊന്നും നമ്മൾ പോവില്ല. അല്ലെങ്കിൽ അത്തരം ചില കടുങ്കൈകൾക്കൊക്കെ പോകേണ്ടി വരും. അതുവരെ നമ്മൾ ശക്തരാകണം. നമ്മുടെ വീടുകളിൽ വന്ന് അനാവശ്യമായ വാദഗതികൾ ഉന്നയിക്കുമ്പോൾ പ്രതിരോധിക്കാൻ സാധിക്കണം. നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കണം. ഒന്ന്, ഏറ്റവും ആദ്യം ചെയ്യുക, മതത്തിന്റെ മഹിമകൾ വന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ആധുനിക സംവിധാനങ്ങളൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട്. മിനിമം ഒരു മൊബൈൽ ഫോണെങ്കിലും ഇല്ലേ, റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന മൊബൈൽ ഫോണ്. കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക, തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ തെളിവടക്കം കൊണ്ടു കൊടുക്കുക. ആദ്യത്തെ പണി. ചതിക്കുത്തരം ചതിയല്ല. നമ്മുടെ വീട്ടിൽ വന്ന് പറയുമ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ അത് തെളിവാക്കുക. അതിനുശേഷം അത് പോലീസ് സ്റ്റേഷനിൽ പറയുക, മതപ്രചരണം നടത്തുന്നു. നമ്മുടെ വീടുകളിൽ ഇങ്ങോട്ട് വന്ന് പ്രചരണം നടത്താനൊന്നും ആർക്കും അവകാശമില്ല, അധികാരമില്ല. അത് എല്ലാ അർത്ഥവും കടന്നു പോകുന്നു.
സ്കൂളുകളിലൊക്കെ കുട്ടികളെ ഉപദേശിക്കാൻ, കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൗൺസിലർമാരുണ്ട്, ചൈൽഡ് ലൈനിന്റെ പ്രവർത്തകരുണ്ട്. ഇപ്പൊ അങ്ങനെയാണല്ലോ സ്കൂളുകളിലൊക്കെ, അതിലൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ പ്രശ്നമാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്, പണ്ടത്തെ പോലെ അല്ലല്ലോ. സർവത്ര പ്രശ്നമാത്ര കുട്ടികൾക്കൊക്കെ. അവർക്ക് ധൈര്യം കൊടുക്കാൻ കൗൺസിലർമാരുണ്ട്. എവിടെയൊക്കെയോ പോയിട്ട് ചില കന്യാസ്ത്രീകൾ, പള്ളിയിലച്ചന്മാരും സൈക്കോളജിയിലോ ഓരോ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ട്. സൈക്യാട്രിസ്റ്റോ സൈക്കോളജിയിലെ ഔപചാരിക കോഴ്സൊന്നുമല്ല, ഏതോ സർട്ടിഫിക്കറ്റ് കോഴ്സ് വാങ്ങിയിട്ട് ഇതിന്റെ ബലത്തിൽ അവർ ഇത്തരം ടീമുകളിൽ കയറി പറ്റുന്നു. വയനാട്ടിൽ തന്നെയാണ് ആദ്യത്തെ അനുഭവം കേട്ടത്. കുട്ടികൾക്ക് ധൈര്യം കൊടുക്കാൻ കൗൺസിലിംഗ് നടത്താനുള്ള ടീമിൽ കയറിപ്പറ്റിയ കന്യാസ്ത്രീകൾ പ്രശ്നങ്ങളുള്ള കുട്ടികളെ അടുത്ത് വിളിച്ച് പ്രശ്നത്തിന്റെ പരിഹാരം കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലാനാ വിട്ടത്. കുരിശും കൈ കൊടുത്തു, പിടിച്ചാൽ മതി. അവിടെ സ്കൂളിൽ സർക്കാർ നിയമിക്കുന്നവരാണ് ഈ ചതി ചെയ്യുന്നത്. കുട്ടികളോട് പറയണം നിങ്ങൾക്ക് പഠിച്ചാൽ പഠി, കുട്ടികൾ അതൊക്കെയല്ലേ പറയാം, ഓർമ്മ വരില്ല, എന്നാ ശരി ഇത് പിടിച്ചോ. ഇവർക്ക് എവിടെ നീതി നിയമമുള്ളത്? തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിൽ ഒരു മാതാ ആശുപത്രി ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ ഡോക്ടറുടെ മരുന്ന് പ്രിസ്ക്രിപ്ഷൻ കണ്ടപ്പോൾ പലർക്കും ബോധം കിട്ടുപോയി. 1-2 ഗുളിക പേരിന് എഴുതിയിട്ടുണ്ടാവും, എന്നിട്ട് അടിയിൽ എഴുതിയിട്ടുണ്ടാവും ഇത് 3 നേരം കഴിച്ചിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഈ ഫോൺ നമ്പറിൽ വിളിക്കുക. ആ ഫോൺ നമ്പർ ഏതോ പെന്തക്കോസ്റ്റ് പാതിരുടെ, പിന്നെ കൊട്ടിപ്പാടി തരാന്നാണ്. ഇത് 3 നേരം കഴിച്ചാൽ മാറില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം വെറും വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണ് ഈ കുടിക്കണത്. ഇത് മാറില്ല എന്നുള്ളത് ഉറപ്പ്. ഇത് കഴിഞ്ഞാൽ ഈ നമ്പറിൽ വിളിച്ചാൽ കൊട്ടിപ്പാടാനുള്ള ആളെത്തും. സ്വന്തം ഡോക്ടർ എന്ന പദവിയോട് ചെയ്യുന്ന നെറികേട് കയ്യോടെ പിടിച്ചു, ആട്ടി കുന്നേറ്റി ആളെ കയ്യോടെ പിടിച്ചു ചെയ്തതാണ്. ചേർത്തല ഗവൺമെന്റ് ആസ്പത്രിയിലടക്കം പ്രസവത്തിന് ചെല്ലുന്ന സാധാരണക്കാരായ അമ്മമാര് ഡോക്ടർമാരെ വിശ്വസിക്കാതെ ആ നേരത്തെ ഒരു നിവൃത്തിയില്ലല്ലോ. എല്ലാം കാരണം ആരെയും വിളിച്ചു പോണ സമയമാണ്. നോക്കും, ഹിന്ദു സ്ത്രീകളാണെങ്കിൽ അവർ നോക്കും, എന്നിട്ട് അങ്ങോട്ട് പേടിപ്പിക്കും. കുട്ടി തിരിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കുട്ടി വളഞ്ഞിട്ടാ കിടക്കണം, തല തിരിച്ചാമറച്ചാണ്, ഒരു വഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ അങ്ങോട്ട് പരിഭ്രമിപ്പിക്കും. ഞങ്ങൾക്കൊരു വഴിയും കാണാനില്ല, ഇനി നിങ്ങളൊരു കാര്യം ചെയ്യൂ, ദൈവത്തെ വിളിച്ചു നോക്കുന്നു. ഇവരെ അയ്യപ്പാ ഗുരുവായൂരപ്പാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഡോക്ടർ ഒന്നും കൂടി നോക്കും, ഒരു വഴിയില്ല, കുട്ടിയുടെ തല തിരിഞ്ഞിട്ടില്ല, സംഗതി പ്രശ്നമാണ്. ഇനി ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മതി കേട്ടോ, വിശ്വാസം ഉണ്ടെങ്കിൽ മതി, കർത്താവിനെ ഒന്ന് വിളിച്ചു പോകും. ആരെയും വിളിച്ചു പോകും. ആ സമയത്ത് അമ്മമാരാണല്ലോ ഇരിക്കണത്, ആരെയും വിളിച്ചു പോകും. കർത്താവ് വിളിക്കും. 5 മിനിറ്റ് വിളിച്ചാൽ ഡോക്ടർ വീണ്ടും നോക്കും. അത്ഭുതം, ദേ കുട്ടിയുടെ തല തിരിഞ്ഞില്ല എന്ന് പറഞ്ഞത് ഈ തല തിരിഞ്ഞ ഡോക്ടർ തന്നെയാണ്. ആദ്യം തിരിഞ്ഞില്ല എന്ന് പറഞ്ഞത് ഈ തല തിരിഞ്ഞ ഡോക്ടറാണ്. അവസാനം എന്താ തിരിഞ്ഞു. രേഖാമൂലം പത്രങ്ങളിൽ വന്നു, അനാവശ്യമായി സിസേറിയൻ നടക്കുന്നു. സിസേറിയൻ നടന്ന് 90% ഹിന്ദുക്കൾക്ക്. ഇതവിടെ അലക്ക് ജോലി നടത്തുന്ന ഒരു ചേച്ചി എന്നോട് വലിയ അത്ഭുതമായിട്ട് പറഞ്ഞതാ. അപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധ തിരികെ തിരിഞ്ഞത്. അവർ ഈ പ്രസവിച്ച വീടുകളിൽ അലക്കാൻ പോകുന്നത്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞ കാര്യം ടീച്ചറെ ഇതൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഹിന്ദുക്കളെ കാര്യം കഷ്ടം. എന്തെന്ന് വെച്ചു, അതേ ഈ ഹിന്ദുക്കളെ ദൈവങ്ങളെ വിളിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന്. ഞാൻ ഈ പോണ വീട്ടിലൊക്കെ ഉണ്ടല്ലോ, കർത്താവിനെ വിളിച്ചവരൊക്കെ തന്നെ പ്രസവിക്കും, അല്ലാത്തവരൊക്കെ കീറി മുറിച്ചിട്ടാ കുട്ടിയെടുക്കണെന്ന് പറഞ്ഞു. ഒരു പാവപ്പെട്ട ഒരു അമ്മയിലേക്ക് കൊടുത്ത വിശ്വാസമാണത്. ജനനത്തിന്റെ നോവിന്, ഒരു അമ്മയുടെ ഏറ്റവും വലിയ വികാരമാണത്. ആ പേറ്റു നോവിന് വരെ മതത്തിന്റെ വില കിട്ടിയ ആ ഡോക്ടറെയൊക്കെ നമ്മൾ എന്ത് വേണം? ഇവരെയൊക്കെ നമ്മൾ എങ്ങനെ വിശ്വസിക്കുക? ഇവരുടെ കയ്യിലാണ് നമ്മൾ നമ്മുടെ ജീവനായിട്ട് കൊടുക്കുകയാണ്. അതിനെ അവർ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വെച്ച് ഇങ്ങനെ എത്രയോ പരിഭ്രമിപ്പിച്ചും പേടിപ്പിച്ചും മതം മാറ്റുന്ന സംവിധാനങ്ങൾ. തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്ത്രീ, ഒരു ചേച്ചി, അവര് രാജസ്ഥാനിലെങ്ങാണ്ടായിരുന്നു. അപ്പൊ നാട്ടിൽ അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞിട്ട് വിവരം വന്നു. ഇവർക്ക് പോരണം, അമ്മയുടെ അടുത്ത് ആരില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ LKG കുട്ടിക്ക് വരെ പ്രശ്നമല്ലേ ലീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ. IAS പഠിക്കണം ആര്യ. ഒരു കുട്ടിയുണ്ട് 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കുട്ടിക്ക് പരീക്ഷാക്കാലം. കുട്ടി എന്ത് ചെയ്യും? ഈ അമ്മയ്ക്ക് വരാണ്ടിയും വയ്യ, ഈ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് വരാനും വയ്യ. കുട്ടി എന്താ ചെയ്യുക? അപ്പൊ താഴെ ഒരു ഫാമിലി താമസിക്കണ്ടേ. ഒരു അതിനെന്താ, നിങ്ങൾ കുട്ടിയെ ഞങ്ങളുടെ അടുത്താക്കിയിട്ട് ധൈര്യമായിട്ട് പോയിക്കോളൂ, ഞങ്ങൾ നോക്കിക്കോളാം എന്ന്. ഞങ്ങളുടെ കുട്ടിയെ പോലെ നോക്കിക്കോളാം, നിങ്ങൾ പോയിട്ട് അമ്മയൊക്കെ നോക്കിയിട്ട് വരുമെന്നു. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ പ്ലെയിനിൽ അമ്മയുടെ അടുത്തേക്ക് വന്നു. രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ ഈ കുട്ടി വിളിക്കുന്നു, അമ്മയ്ക്ക് പേടിയായിട്ട് വയ്യാന്ന്. അപ്പൊ അച്ഛനും അമ്മയും മാറി നിന്നേന്റെന്ന് വിചാരിച്ചു. അല്ല, ഇതൊരു പെന്തക്കോസ്റ്റി ഫാമിലിയായിരുന്നു. ഈ കുട്ടിയെ മേടിച്ചിട്ട് അവർ ചെയ്തത്, വൈകുന്നേരം ഈ കുട്ടി ഇരുന്ന് പഠിക്കുമ്പോൾ ഈ സ്ത്രീ അടുത്ത് ചെന്നു, മോളെ നാളെ പരീക്ഷയല്ലേ, ഒക്കെ പഠിഞ്ഞോ? ഒന്നും മനസ്സിലാവണില്ല, കാരണം അമ്മയില്ലല്ലോ അടുത്ത്. എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞ കുട്ടി. എങ്ങനെയാ മോളെ മോക്ക് മനസ്സിലാവുക? ദാ ഈ ദൈവങ്ങളെയൊക്കെയല്ലേ മോള് വിളിക്കണത്. കണ്ട, പല്ല് കടിച്ചിട്ടും ആവ് കടിച്ചിട്ടും ശൂലെടുത്തിട്ടും ഇതൊക്കെയല്ലേ മോള് വിളിക്കണത്. ഇതാ മോക്ക് പഠിക്കാത്തത്. മോളൊരു കാര്യം ചെയ്യ്
ഒരു കുരിശങ്ങെടുത്ത് കൈ പിടിച്ചു. ഇത് പിടിച്ച് കർത്താവിനെ ഒന്ന് വിളിച്ചു നോക്ക്. അവള് വിളിച്ചു. പക്ഷേ അവള് ഭയങ്കര ഈശ്വരവിശ്വാസിയാണ്. എന്തിനും ഏതിനും നാട്ടിലെ ദേവിയെ വിളിക്കുന്നതാണ് അവൾ. എന്തിനു വഴിപാട്. അവൾക്ക് രാത്രി ഇതായപ്പോ പേടിയായി. കാരണം ആ ദേവിയെ തള്ളി പറഞ്ഞിട്ട് ഞാൻ ഇത് പിടിച്ചു. അപ്പൊ അവള് ദേവിയെ സ്വപ്നം കാണാൻ തുടങ്ങി. അതാണ് അമ്മയെ വിളിച്ച. അമ്മയെ എനിക്ക് പേടിയായിട്ട് വയ്യ. ആ പിഞ്ചു കുട്ടിയെ വിശ്വസിച്ചേൽപ്പിച്ച രക്ഷിതാക്കള് അവർ നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരാ. പക്ഷെ എന്നോട് പറഞ്ഞു, ടീച്ചറെ നിങ്ങളൊക്കെ പറഞ്ഞത് ശരിയാണെന്ന് ആ സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞു പോയിരുന്നു. എൻ്റെ കുട്ടിയെ ഞാൻ വിശ്വസിച്ചേൽപ്പിച്ചെടുത്ത് അവർ മതവുമായി ചെന്നു. ഇങ്ങനെ എല്ലാ സ്നേഹത്തിലും വഞ്ചന കാണിക്കുകയാണ്. ഒരാളെ മതം മാറ്റാൻ പറ്റുമെങ്കിൽ അതിന് പ്രേമമെങ്കിൽ പ്രേമം. മുസ്ലിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അതാണല്ലോ, പ്രേമം. പ്രേമിച്ച് മതം മാറ്റുക. പെൺകുട്ടികളെയും അമ്മമാരെയും വരെ പ്രേമ കുരുക്കപ്പെടുത്തിയിട്ട് വയനാട്ടുകാർക്ക് അതിൻ്റെ ദുരനുഭവങ്ങളൊന്നും പറഞ്ഞു തരണ്ട അല്ലേ. ലവ് ജിഹാദിന്റെയും വാലന്റൈൻസ് ഡേയുടെയും ഒക്കെ ആദ്യത്തെ രക്തസാക്ഷി, ആദ്യത്തെ അല്ല, ലവ് ജിഹാദിന്റെ ആദ്യത്തെ അല്ല, വാലന്റൈൻസ് ഡേയുടെ ആദ്യത്തെ, പൂവാലൻസ് ഡേയുടെ ആദ്യത്തെ രക്തസാക്ഷി ഉണ്ടായത് വയനാട്ടിൽ നിന്നാണ് അനഘ. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരണ്ട, നിങ്ങൾ അതിന്റെ അനുഭവത്തിലൂടെ പോവുകയാണ്. ഇനി ഒരു അനഘ ഇവിടെ ഉണ്ടാകരുത്. ഇനി വയനാട്ടിൽ ഇനി ഒരു അനഘ ഉണ്ടാകരുത്. പ്രേമത്തിന്റെ പേരിൽ വഞ്ചിച്ച് മതം മാറ്റാൻ അനുവദിക്കരുത്. പ്രേമമാണെങ്കിൽ കല്യാണം കഴിച്ചോളാൻ പറയാം, മതം മാറണ്ട. പ്രേമവും മതവും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ എന്നെയാണോ പ്രേമിച്ചത്, നിങ്ങളുടെ മതത്തെയാണോ എന്ന് ചോദിക്കുക. മതത്തെയാണെങ്കിൽ പോയി പണി നോക്കാൻ പറയുക. എന്നെയാണ് പ്രേമിച്ചെങ്കിൽ ഞാനെന്ന ഹിന്ദുവിനെയാണ് നിങ്ങൾ കണ്ടത്. എന്നെ ഈ അർത്ഥത്തിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക, അല്ലെ കടന്നു പോകാൻ പറയാനുള്ള തൻ്റെ ഇടം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ തന്നെ നിൽക്കും ഈ പ്രേമമൊക്കെ. കാരണം നമ്മളെയല്ല വേണ്ടത്, നമ്മുടെ മതത്തെയാണ് വേണ്ടത്. പ്രേമത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് കുട്ടികളെ മതം മാറ്റി, പലതിനെയും കൊന്നു, പലതിനെയും വിറ്റു, പലതും 2ഉം 3ഉം ഭാര്യമാർക്കിടയിൽ നരകിച്ചു കഴിയുന്നു. ഇന്ന് മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടി. ഇന്ന് അവരെ 2-3 ബീവിമാരുടെ ഇടയിൽ കിട്ടില്ല, അവരിന്ന് പോവില്ല. അവരിന്ന് വിദ്യാഭ്യാസം നേടി. പണ്ടത്തെ പോലെ ഒന്നും പറ്റില്ല. 3 കെട്ട് 4 കെട്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വേണേ കെട്ടിക്കോ, ഞങ്ങളെ കെട്ടണ്ടെന്ന് പറയാൻ അവരായി. അതിന് പകരം ഇന്ന് ഉപയോഗിക്കുന്നത് ഹിന്ദു പെൺകുട്ടികളെയാണ്. സ്നേഹിച്ചു കൊണ്ടുപോയിട്ട് ഈ 3-4 എണ്ണം തേക്കാൻ ഉപയോഗിക്കുന്നത് ഹിന്ദു പെൺകുട്ടികളെയാണ്. അറിയില്ല, അവിടെ എത്തുമ്പോഴാണ് അറിയണത് ചെന്ന് ചെറ്റ ആഴം എത്രയാണ് എന്നുള്ളത്. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ സ്ഥാനീയ സമിതി വളരെ ശക്തമായി തന്നെ പ്രവർത്തനം നടത്തണം. ഇനി ലവ് ജിഹാദിന്റെ ഒരേര ഉണ്ടാകരുത്. അപ്പൊ പ്രാർത്ഥനയുടെ പേരിലാണെങ്കിലും, രോഗശാന്തിയുടെ പേരിലാണെങ്കിലും, സ്വർഗത്തിന്റെ പേരിലാണെങ്കിലും, പ്രേമത്തിന്റെ പേരിലാണെങ്കിലും നടക്കുന്ന മതം മാറ്റങ്ങൾ നമ്മൾ നമ്മുടെ പൂർവികരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നെറികേടാണ്. നമ്മൾ എത്തിപ്പെട്ട വലിയ ചതിയാണ്. വീട്ടിൽ സ്വർണ്ണം ഇരട്ടിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ കാണാം. സ്വർണം ഇരട്ടിച്ച് തരാൻ വന്നവൻ്റെ അടുത്ത് ഇത്ര പോയി, ഞാൻ പറഞ്ഞു പോണം. കാരണം അത്രയെങ്കിലും ആ ഇരട്ടിച്ച് തന്നിട്ട് അവനെന്താ കാര്യം ഇരിക്കണത്? അപ്പൊ അത് തിരിച്ചറിയാതെ കൊണ്ട് കൊടുത്തവന് പോണം. പണ്ട് ആട് തേക്ക മാഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കാശ് മലയാളി കൊണ്ടുപോയി കളഞ്ഞു. ഇത്ര ഇട്ടാൽ മതി അത്ര കിട്ടുന്നാ പറഞ്ഞത്. ചിട്ടി തട്ടിപ്പ് അതുപോലൊരു തട്ടിപ്പാണ്. ആട് തേക്ക് മാഞ്ചിയം പോലെ, ചിട്ടി തട്ടിപ്പ് പോലെ ഒരു തട്ടിപ്പാണ് മതം മാറ്റ തട്ടിപ്പ്. അങ്ങോട്ട് പെട്ടാ പിന്നെ ഇങ്ങോട്ട് പോരാന്ന് വൃത്തിയില്ല. അതുകൊണ്ട് ശക്തരാവുക. ഇവന്മാരുടെ കെണിയിൽ ഇനി പോയി വീഴരുത്. ചില സ്ഥലത്തൊക്കെ അമ്മമാര് മാറിയിട്ടുണ്ട്. നമ്മളെ 10ാം വാർഷികം നടക്കുമ്പോൾ തന്നെ ഗോപാലകൃഷ്ണേട്ടൻ പറഞ്ഞൊരു ഉദാഹരണം അന്ന് പരിപാടിയിൽ പോയ പലരും കേട്ടിട്ടുണ്ടാവും. ഒരു ഗ്രാമത്തിൽ, ഹിന്ദു മാത്രമുള്ള ഒരു ഗ്രാമത്തിൽ ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മൾ ഉദാര മനസ്കരല്ലേ, പ്രാർത്ഥിക്കട്ടെ എന്ന് വെച്ചാൽ നോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. പാസ്റ്റർ വരും, കൊട്ടും പാടും പ്രാർത്ഥിക്കും, ഗംഭീരായി. 10 ദിവസമൊക്കെ ഇവർ സഹിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? 11ാം ദിവസം ഈ അമ്മമാരൊക്കെ കൂടിയിട്ട് കയ്യിൽ ഒരു കൂട്ടൊക്കെ പൊതിഞ്ഞെടുത്തിട്ട് പാസ്റ്ററുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയി. എന്തെന്ന് എല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്ന വെച്ച് പ്രാർത്ഥിക്കാനാണെന്നു പാസ്റ്റർ വിചാരിച്ച എരേ കിട്ടി. കാരണം 10 ദിവസം അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോഴേക്കും എല്ലാം കൂടി ഇത് എൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നിരിക്കണമെന്നാണ്. പ്രാർത്ഥിച്ചാലേ പാസ്റ്റർ സന്തോഷമായി. എല്ലാവരും അകത്തേക്ക് വിളിച്ചു. പായൊക്കെ വിരിച്ച് അവിടെ ഇരുന്നപ്പോൾ അമ്മമാര് പൊതി കഴിച്ചു. ഒരാളുടെ ഒരു കൃഷ്ണൻ ഉണ്ടായിരുന്നു, അടുത്ത ആളുടെ ഒരു ഭഗവത്ഗീത ഉണ്ടായിരുന്നു, ഒരു വിളക്കുണ്ടായിരുന്നു. ഇതൊക്കെ എന്തിനാന്ന് വെച്ചു പ്രാർത്ഥിക്കാൻ? അയ്യോ ഇതൊന്നും ഇവിടെ പറ്റില്ല പറഞ്ഞു. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ അല്ലാത്ത പ്രാർത്ഥന നടത്തുമ്പോൾ ഞങ്ങൾ വിടാണ്ടിരുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്നേ പറ്റൂ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പറഞ്ഞു. അവരാ കൃഷ്ണനെ വെച്ചാൽ കൊണ്ട് തുടങ്ങി നാരായണം ഭജ നാരായണം എന്ന് പറഞ്ഞാൽ അച്ഛനെ നടുക്കിയിരുത്തിയിട്ട് ഇവരാണ് കുട്ടിപ്പാടി. അച്ഛനെ കേൾക്കല്ലാണ്ട് ഒരു വൃത്തിയുണ്ടായില്ല. അത് അമ്മമാർ കരുത്തരായതിന്റെ സൂചനയാണ്. അങ്ങനെ നമ്മളെ കൊണ്ട് കരുത്തരാക്കണ്. ബാംഗ്ലൂർ ഒരു പാവപ്പെട്ട വീട്ടമ്മ
വലിയ വ്യവസായിയുടെ ഭാര്യയായിരുന്നു. ആ വ്യവസായി പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചപ്പോൾ ഇവർ തളരാൻ കൂട്ടാക്കിയില്ല. ആ വ്യവസായി ഇവരൊറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയി. ചെറിയ കുട്ടികളാണ്, ഇവരത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. ഈ സമയത്ത് ഇവരുടെ ഒരു സുഹൃത്തായിരുന്നു മലയാളിയായ ഒരു പാസ്റ്റർ. പലതിൽ ഇവരെ സഹായിക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്ന കുടുംബ സുഹൃത്താണ്. പക്ഷെ ഒരു ദിവസം കുടുംബ സുഹൃത്ത് വീട്ടിൽ വന്നപ്പോൾ ഒരു CD ഉണ്ട്, ഒരു CD. എന്നിട്ട് അത് ഈ ചേച്ചിയുടെ കൈ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ CD ഒന്ന് കാണുക, എന്നിട്ട് എന്നെ വിളിക്കുക. അതിന് മുന്നേ CD കൊടുക്കുന്നതിന് മുന്നേ പറഞ്ഞു, നിങ്ങൾ മതം മാറി ക്രിസ്ത്യാനിയാകണം. ഞാനൊരു മതത്തിൽ ജനിച്ചിട്ടുണ്ട്, എൻ്റെ ആചാരമൊക്കെ അത് പ്രകാരം നടന്നത്, ഞാൻ അതിൽ എന്നെ ജീവിക്കുന്നത്. പാസ്റ്റർ ഒന്നും മിണ്ടാണ്ട് പോയി. പിറ്റേ ദിവസം ഒരു CD കൊണ്ടു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ CD ഒന്ന് കാണുക, എന്നിട്ട് എന്നെ വിളിക്കുക എന്ന് പറഞ്ഞു. ഇവർ ഈ CD ഇട്ട് പന്തം വിട്ടുപോയി. ഈ വീട്ടിലുള്ള സ്വാതന്ത്ര്യം ദുസ്വാതന്ത്ര്യമായി ഉപയോഗിച്ചിട്ട് ഈ ചേച്ചിയുടെ ടോയ്ലറ്റിൽ നിന്നൊക്കെയുള്ള ഏതൊക്കെയോ ചില സീനുകൾ എടുത്ത് അവരുടെ നഗ്ന ചിത്രങ്ങളായിരുന്നു ആ CD-യിലുണ്ടായിരുന്നത്. അപ്പോൾ മതം മാറിയില്ലെങ്കിൽ ഇത് പ്രചരിപ്പിക്കും, ഇത് നെറ്റിൽ കയറ്റുമെന്നാണ്. ചേച്ചി അത് മുഴുവൻ കണ്ടതിന് ശേഷം ആ CD എടുത്തു, ഭംഗിയായി പൊതിഞ്ഞു, നേരെ സ്ഥലം പോലീസ് സൂപ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയി. ചേച്ചി എന്നെ ഡ്രൈവ് ചെയ്തു പോയി. അവിടെ ചെന്നു ഒരു പരാതി എഴുതി ഈ CD അടക്കം സൂപ്രണ്ടിൻ്റെ കൈ കൊടുക്കൂ, ഇത് എൻ്റെ നഗ്ന ചിത്രങ്ങളാണെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലുള്ള സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തൊരു പാസ്റ്ററെ പിടിച്ച എൻ്റെ നഗ്ന ചിത്രങ്ങളാണ്. ഇത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, മതം മാറാൻ ആവശ്യപ്പെടുന്നു, എനിക്ക് നീതി വേണം എന്ന് പറഞ്ഞ ആ ചേച്ചി അത് അവിടെ കൊണ്ടു കൊടുത്തു. അന്ന് മുങ്ങിയ പാസ്റ്റർ ഇന്ന് വരെ പിന്നെ ബാംഗ്ലൂരിൻ്റെ 7 അയലത്തേക്ക് ചെന്നിട്ടില്ല. നേരെ മറിച്ച് ആ ചേച്ചി ഇതിൽ വഴങ്ങി നിന്നിരുന്നുവെങ്കിൽ ചെയ്യേണ്ടത് അങ്ങോട്ട് ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ പ്രചരിപ്പിക്കില്ലല്ലോ, പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ട് കൊണ്ടു കൊടുത്തു. പാസ്റ്റർ അന്ന് മുങ്ങി. ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ ഇന്ന് അമ്മമാർ ശക്തരാകുന്നുണ്ട്. ഇതുപോലുള്ള ചില ശക്തിയൊക്കെ നിങ്ങളുടെയൊക്കെ ഉള്ളിലും ഉണ്ടായിരിക്കണം. മതം മാറ്റത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് ഈശ്വരൻ തന്നെ നമ്മളിൽ നിക്ഷിപ്തമാക്കിയതാണ്. ഹിരണ്യായ നമ എന്ന് ഹിരണ്യകശിപു നാരായണ നാമം ചെല്ലുന്നവരെ കൊണ്ട് ചെല്ലിക്കാൻ നോക്കിയപ്പോൾ നരസിംഹത്തിന് സഹിക്കാതെയാണ് തൂണ് പിളർന്ന മഹാവിഷ്ണു നരസിംഹമായത്. ഹിരണ്യായ നമ എന്ന് പറയിപ്പിക്കാൻ നാരായണ നാമം ചെല്ലുന്നവരെ കൊണ്ട് ചൊല്ലിക്കരുത് ഹിരണ്യായ നമാന്ന്. അപ്പോ നമശിവായ എന്നോ നാരായണായ നമ എന്നൊക്കെ പറയുന്നവരെ കൊണ്ട് കർത്താവിന് സ്തുതി പറയിപ്പിക്കുമ്പോൾ ഹിരണ്യകശിപുവിന് എതിരെ വരുന്ന ഒരു നരസിംഹഭാവം നമ്മുടെ ഉള്ളിലുണ്ടാവും. മഹാവിഷ്ണു കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ മതം മാറ്റത്തെയും അതേപോലെ തന്നെ മതത്തിന്റെ പേരിൽ നടക്കുന്ന വിവാഹങ്ങളെയും ലവ് ജിഹാദ് പോലുള്ള വിവാഹങ്ങളെയും ഒക്കെ നഖശിഖാന്തം എതിർക്കാൻ എല്ലാ തലത്തിലും നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സാധിക്കണം. നമ്മൾ കരുത്തരാവുക. നമുക്ക് നമ്മുടേതായ ഒരു പാരമ്പര്യമുണ്ട്, വിഡ്ഢിത്തത്തിന് വഴങ്ങി കൊടുക്കണതല്ല. എറണാകുളം ജില്ലയിലെ പൂയംകുട്ടി വനമേഖലയിൽ ആനയുടെ ശല്യം സഹിക്കവയ്യാതെ കുറെ ആദിവാസികൾ അവരുടെ ഭൂമിയൊക്കെ വിട്ട് സർക്കാർ നിർദ്ദേശപ്രകാരം താഴത്തേക്ക് ഇറങ്ങിപ്പോണ്ടി വന്നു. സർക്കാർ എല്ലാം കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. 950 ഏക്കർ വനം അങ്ങോട്ട് വിട്ടിട്ടാണ് ആ ആദിവാസികൾ പോകുന്നത്. പക്ഷെ ഒന്നും കൊടുത്തില്ല. 8 വർഷം അവരൊരു പുഴയുടെ പക്കത്ത് കുടില് കെട്ടി താമസിച്ചു. അവസാനം ഹിന്ദു ഐക്യവേദി അവരെ പ്രശ്നം ഏറ്റെടുത്തു. സർക്കാരിനോട് സമരം ചെയ്തു. സമരം ചെയ്തിട്ട് അവർക്ക് അത്യാവശ്യം കുടില് കെട്ടി താമസിക്കാനുള്ള ഭൂമി സർക്കാർ കൊടുക്കാന്ന് വെച്ചു. അങ്ങനെ തേക്ക് പ്ലാന്റേഷന്റെ ഭാഗമാണ് പൂയംകുട്ടി മേഖലയിൽ. അത് ഇവർക്ക് കൊടുത്തു. വലിയ കാടല്ല, ഇവർക്ക് കൊടുത്തു. ഇവരതിന് കുടിലൊക്കെ കെട്ടി. ഇനി കൃഷിക്കുള്ള സ്ഥലം പിന്നെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കുടില് കെട്ടി താമസിക്കുമ്പോൾ അവർക്കൊരാവശ്യം, ഹിന്ദു ഐക്യവേദിയാണല്ലോ സമരം ചെയ്തത്, അതുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ ആളുകൾ വരണം, അവരുടെ വീട് കുടിയിരിക്കണേ, ഈ കുടിലിൽ കയറി പാർക്കണേന്. അങ്ങനെ ഞാൻ പോയി അവരുടെ വീട് കുടിയിരിക്കണ ദിവസം ഞാൻ പോയി. ചെറിയ കുടിലുകളൊക്കെ കെട്ടിയ മുള കൊണ്ടൊക്കെ നല്ല രസമാക്കിയിട്ടുണ്ട് അവർ. ചെന്നപ്പോൾ അമ്മമാര്, ഞാനുണ്ടായിരുന്നു, മഹിളാ ഐക്യവേദിയുടെ ബിന്ദു ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ചെന്ന സമയത്ത് അമ്മമാര് ഞങ്ങളെ അകത്തേക്ക് വിളിച്ചുകൊണ്ട്, അപ്പൊ ഞങ്ങൾ വിചാരിച്ചു സ്ത്രീകളുടേതായ ചില കാര്യങ്ങൾ എന്തെങ്കിലും പറയാനാവുമെന്നാണ് വിചാരിച്ചത്. അകത്തേക്ക് വിളിച്ചുകൊണ്ടേട്ട് അവരുടെ പെട്ടി തുറന്നു. ഒരു സാധനം എടുത്ത് കയ്യിൽ തന്നു, കുരിശും കൊന്ത്. ഞാൻ ചോദിച്ചു ഇതെന്താ കാര്യം? 58 ഹിന്ദു കുടുംബങ്ങളെയാണ് അവിടെ താമസിപ്പിച്ചത്, ഇതെന്താന്ന് വെച്ചു. അപ്പൊ ഇന്ന് കുടിയിരിക്കണമെങ്കിൽ ഇന്നലെ അതേ മുഴുവൻ പാസ്റ്റർമാരും കന്യാസ്ത്രീകളും കയറി ഇറങ്ങി. എന്നിട്ട് എല്ലാവരുടെ കയ്യിലും ഓരോ കുരിശും കൊന്തയും കൊടുത്തു. എന്തിനാണെന്നറിയോ? ഇവര് കാട്ടിൽ ആനയെ പേടിച്ച് പോന്നവരാണല്ലോ. ആ പേടി മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും തേക്ക് പ്ലാന്റേഷൻ കാടിന്റെ ഭാഗമായല്ല താമസിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞാൽ ആന വരാണ്ടിരിക്കാൻ ഈ സാധനം കയ്യിൽ പിടിച്ചാൽ മതി എന്നാണ് ഇവരോട് പറഞ്ഞിരിക്കാൻ. ആന വരാണ്ടിരിക്കാൻ നിങ്ങൾ ഇത് പിടിച്ചാൽ മതി എന്നാണ്. ഭാഗ്യത്തിന് അന്ന് രാവിലത്തെ ജന്മഭൂമിയിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. ഇടുക്കി വനമേഖലയിലെ കൊടുങ്കാട്ടിലൊരു കുരിശ്, വലിയൊരു കുരിശ് കോൺക്രീറ്റിന്റെ കൊണ്ടുവച്ചു. അതെല്ലായിടത്തും വെക്കേണ്ടല്ലോ, അതല്ല വാർത്ത. അതിന്റെ ചുറ്റോട് ചുറ്റും ഈർച്ചവാൾ, അറക്കവാൾ പിടിപ്പിച്ചിരിക്കുക. ഇതെന്തിനാണെന്ന് ഈ അറക്കവാൾ പിടിപ്പിച്ചിരിക്കുന്നത്? ഈ മുതൽ അവിടെ 8ാമത്തെ പ്രാവശ്യം വെക്കണം. ഇതിന്റെ മുമ്പ് 7 പ്രാവശ്യം വെച്ചപ്പോൾ ആന ചുറ്റി പിടിച്ചവരേറാണ്ട് എറിഞ്ഞു ഇതിന്. അപ്പൊ ഇനി ആന പിടിക്കാണ്ടിരിക്കാൻ
തുമ്പിക്കാതിരിക്കാൻ മഹാഭാവികൾ ചെയ്ത പണിയാണ് ചുറ്റോട് ചുറ്റും ഈർച്ചവാട് വെച്ച്. ഇനി ആന കണ്ട് പിടിക്കുമ്പോൾ തുമ്പിക്കൈയാണ് മുറിയണം. അതിന് വേണ്ടിയിട്ട് ചുറ്റോട് ചുറ്റും ഈർച്ചവാട് വെച്ചു. ഞങ്ങൾ ഈ ചിത്രം കാണിച്ചു കൊടുത്തു. ഈ മുതൽ കണ്ട ആന വരില്ല അച്ചാൽ എന്തിനാ ഇതിന്റെ മുകളിൽ ഈർച്ചവാട് വെച്ചിരിക്കുന്നത്? അവിടെ വെച്ചാൽ പോരെ. 7 വട്ടം പിഴുതു കളഞ്ഞത് ആന ഈ സാധനമാണ്. ഇതാണ് കൊണ്ടുപോയിട്ട് കൈ കൊടുക്കുന്നത്. പിടിച്ചാൽ മതി, ആന വരില്ല. എന്ത് വിഡ്ഢിത്വം പ്രചരിപ്പിക്കാം. എനിക്ക് പരിചയമുള്ളൊരു കുട്ടി, പട്ടികജാതി വിഭാഗത്തിലെ കുട്ടിയാണ്. ഒരു ദിവസം കുരിശൊക്കെ തൂക്കി കണ്ടു. ഞാൻ മോളെ ഇതെവിടുന്ന? അത് അച്ഛൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ ഒരച്ഛൻ തന്നതാന്ന് പറഞ്ഞു. ഈ കുട്ടിക്ക് ഒരച്ഛനേ ഉള്ളൂ എനിക്കറിയാലോ. മറ്റേ അച്ഛൻ പള്ളിയിലച്ഛനാണ്. അച്ഛൻ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ പള്ളിയിലച്ഛൻ കൊണ്ടു കൊടുത്തതാ. എന്തിന്? അത് അച്ഛൻ്റെ സൂക്കേട് മാറാനാണ് പറഞ്ഞു. എല്ലാവരും വീട്ടിലെല്ലാവരും ഇതിട്ട് അച്ഛൻ്റെ സൂക്കേട് മാറുന്നു. നിങ്ങളെല്ലാവരും ഇട്ടു. അച്ഛൻ്റെ സൂക്കേട് മാറിയോ? ഇല്ല. അച്ഛൻ എന്നോ നാളെയോ പറഞ്ഞ് വെള്ളം തൊട്ട് കൊടുക്കുക. എന്നാ പിന്നെ ഇത് ഊരി കളഞ്ഞൂടെ ചോദിച്ചു. അയ്യോ ഇനി ഇത് ഊരാൻ പാടില്ല എന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? രോഗം മാറ്റാന്ന് പറഞ്ഞ് കഴുത്ത് കയറ്റി. രോഗം മാറിയില്ലെങ്കിൽ നിങ്ങൾ ഊരരുത്, ബാക്കിയുള്ളവർക്ക് രോഗം വരും. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഈ വഞ്ചനയൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇതൊന്നും മതമല്ല. നമ്മൾ ചെയ്താലും തെമ്മാടിത്തരം. ഹിന്ദു ചെയ്യാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് തെമ്മാടിത്തരം തന്നെയാണ്. ഇതൊന്നും അല്ല മതം. അതുകൊണ്ട് ഇത്തരം തെമ്മാടിത്തരങ്ങളെ നമുക്ക് പ്രതിരോധിക്കേണ്ടതുണ്ട്. പണത്തിന്റെ പേരിൽ നമുക്ക് പണയം വെക്കാൻ മതമില്ല. പണത്തിന്റെ പേരിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മക്കളെ വിൽക്കില്ല. നമ്മുടെ ശരീരം വിൽക്കില്ല. നമ്മളെ തറവാടുത്തുള്ളവര് എന്ത് കാശ് തരാമെന്ന് പറഞ്ഞാലും സ്വന്തം ശരീരം വിൽക്കില്ല, സ്വന്തം മക്കളെ വിൽക്കില്ല, സ്വന്തം മതവും വിൽക്കരുത്. അങ്ങനെ ഒരു ഹൈന്ദവ സമാജത്തെ നമുക്ക് വളർത്തിയെടുക്കണം. ഇസ്ലാമിക സമൂഹത്തിൽ നിറയെ പട്ടിണിയുണ്ട്. എന്ത് അരിയും പയറും പാൽപ്പൊടിയും ട്യൂഷനുമായിട്ട് അങ്ങനെയല്ലാത്തത്? അതിന് വിവരം അറിയിച്ചു കൊടുക്കും. എത്രയോ പട്ടിണിയുള്ളവരുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യം ഉണ്ടാവുക എന്നതാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം. ഹിന്ദു ഐക്യവേദിയുടെ സ്ഥാനീയ സമിതി പ്രവർത്തിക്കുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ നിങ്ങൾ ശക്തരാവുക. മതം മാറ്റത്തിന്റെ മുനകൾ അടയ്ക്കുക. ഒരു മതം മാറ്റവും കുറയ്ക്കുക എന്നുള്ളതല്ല ഞാൻ ലക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. ഒരു മതം മാറ്റവും നടക്കരുത്. ഈ ഗ്രാമത്തിൽ നിന്ന് വയനാടൻ മലകളുടെ പ്രത്യയശാസ്ത്രമായി മാറണം. വനദേവകൾ കാവൽ നിൽക്കുന്ന ഈ വനമേഖലകൾ, ഹൈന്ദവ സംസ്കാരത്തിന്റെ ഊടും പാവും നെയ്ത മണ്ണ്, ലവകുശന്മാർ ജനിച്ച മണ്ണ്, സീതാദേവിയെ സംരക്ഷിച്ച മണ്ണ്, നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ പുതഞ്ഞു കിടക്കുന്ന മണ്ണ്. ഈ മണ്ണ് ഹിന്ദുത്വത്തിന്റെ മണ്ണാണ്. ഇതിന് മാറ്റം വരരുത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ സ്ഥാനീയ സമിതിയിലൂടെ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആദ്യം തൊട്ട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലുണ്ടാകണം. മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ എതിരായ ഒരു സന്ദേശം നമ്മുടെ ഇവിടെ, അതും നമ്മൾ അങ്ങനെയും കരുത്തരാകണം. ഇതിനൊക്കെ വേണ്ടി നമ്മളെ പല തെറ്റിലേക്കും കൊണ്ടുപോകും. അപ്പൊ നമുക്ക് കരുത്തരാകാം. നമ്മുടെ കാലുകൾ ഉറച്ചു തന്നെ ഇരിക്കട്ടെ. ആടുന്ന കാലുകളുമായി ഹിന്ദു രാഷ്ട്രം ഉണ്ടാകില്ല. കാലുറച്ചു തന്നെ നിൽക്കട്ടെ. ആ മണ്ണിൽ, ഹിന്ദുവിന്റെ മണ്ണിൽ ഹിന്ദുവായ അഭിമാനത്തോടുകൂടി കാലുറച്ച് ജീവിക്കാൻ ദുസ്വഭാവങ്ങൾ ഉണ്ടാകരുത്, ദുശീലങ്ങൾ ഉണ്ടാകരുത്. നല്ല വിദ്യാഭ്യാസം നേടണം. മത്സര പരീക്ഷകൾക്ക് തയ്യാറാകണം. നല്ല ആരോഗ്യത്തോടുകൂടി ജീവിതത്തെ നേരിടാൻ നമുക്ക് കഴിയട്ടെ. അതിന് ഈ മലകൾ കാക്കുന്ന മലദൈവങ്ങൾ, ആ മലദൈവങ്ങളെ ആചാരപരമായി സംരക്ഷിക്കുന്ന ഇവിടുത്തെ വനവാസി വിഭാഗം, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഉരുമുപ്പന്മാര് നമ്മുടെയൊക്കെ സമ്പത്താണ്. അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹാശീസുകൾ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. വന്ദേ.